ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. തൊഴിലാളികളുടെയും കർഷകരുടെയും അടക്കം ജനജീവിതം രാജ്യത്ത് വഴിമുട്ടി നിൽക്കുന്നു. മോദി സർക്കാരിൻ്റെ അമിതാധികാര പ്രവണതകൾക്കും തൊഴിലാളി കർഷക വിരുദ്ധ നയങ്ങൾക്കുമെതിരെ 25 കോടിയിലധികം തൊഴിലാളികളാണ് സമരമുഖത്തുള്ളത്. തൊഴിൽ മേഖല, കാർഷിക രംഗം, വിദ്യാഭ്യാസ മേഖല അങ്ങനെ എല്ലാറ്റിനും കുച്ചുവിലങ്ങിടുന്ന മോദി കാലത്തെ ചെയ്തികൾക്കെതിരെയാണ് രാജ്യം സമരമുഖം തീർക്കുന്നത്. കലകളും കലാകാരന്മാരും സ്വതന്ത്ര ആവിഷ്കാരത്തിനാകാതെ കൈവിലങ്ങുകളാൽ ബന്ധിതമാണ്. അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയുടെ ചെയ്തികൾക്കെതിരെ തൊഴിലാളികളും ജനങ്ങളും അടരാടുകയാണ്. ജീവിതം നിലനിർത്താൻ, അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടാൻ. സമ്പന്നൻ്റെ കടങ്ങൾ എഴുതിത്തള്ളുന്നവർ ദുരന്തബാധിതരോട് ആ ദയ കാട്ടുന്നില്ല. ഉന്നത വിദ്യാഭ്യാസത്തെ അടക്കം പ്രതിസന്ധിയിലേക്ക് തള്ളിവിടാൻ ശ്രമിക്കുന്ന കേരള യാഥാർത്ഥ്യങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് അഖിലേന്ത്യാ പണിമുടക്കിനെ വിവക്ഷിക്കേണ്ടത്. പക്ഷേ അപ്പോഴും ഈ കൂട്ടായ്മയിൽ കേരളത്തിൽ മാത്രം മാറി നിൽക്കുന്ന ചിലരുടെ ഉദ്ദേശം കൂടി നമുക്ക് ചർച്ച ചെയ്യാം. നമ്മുടെ ചർച്ചയെ സമ്പന്നമാക്കുന്ന അതിഥികൾ: അഡ്വക്കേറ്റ് KS അരുൺകുമാർ, CPIM പ്രതിനിധി; അഡ്വക്കേറ്റ് സേനാപതി വേണു, കോൺഗ്രസ് പ്രതിനിധി; ഒപ്പം GS ഗൂഗിൾ ഗോപിനാഥ്, BJP വക്താവ്. ആദ്യം ശ്രീ അഡ്വക്കേറ്റ് KS അരുൺകുമാറിലേക്ക്. ശ്രീ KS അരുൺകുമാർ, രാജ്യമാകെ ഒരേ സ്വരത്തിൽ പ്രതിഷേധിക്കുകയാണ്. ആവശ്യങ്ങൾ നിരവധിയാണ്. കൂട്ടായ്മയോടുകൂടി പോരാടുന്ന ഈ പോരാട്ടം നേരത്തെയും നാം കണ്ടിട്ടുള്ളതാണ്. പക്ഷേ അതിൻ്റെ തുടർച്ചയിലേക്ക് എത്താൻ നിർബന്ധിതമാക്കിയത് കേന്ദ്ര സർക്കാരിൻ്റെ, മോദി സർക്കാരിൻ്റെ അവഗണന തന്നെയാണ്. ഇപ്പോഴും ആ സമരം തുടരുന്നു. ഏതൊക്കെ തരത്തിലാണ് ഈ അഖിലേന്ത്യാ പണിമുടക്കിനെ സമകാലിക രാജ്യം കാണേണ്ടത്? ഇവിടെ നിരവധി തൊഴിൽ നിയമങ്ങളുണ്ട്. ആ തൊഴിൽ നിയമങ്ങൾ ഈ രാജ്യത്തിൻ്റെ തൊഴിലാളി വർഗം അതിശക്തമായിട്ടുള്ള സമര പോരാട്ടങ്ങളിലൂടെ നേടിയെടുത്തതാണ്. ധീര രക്തസാക്ഷിത്വങ്ങളിലൂടെയും പാർലമെൻറ്റിൽ നടത്തിയ വളരെ ശക്തമായിട്ടുള്ള ഇടപെടലിലൂടെയും സംവാദങ്ങളിലൂടെയും എല്ലാം നേടിയെടുത്തതാണ്. ബോണസ്, ഗ്രാറ്റുവിറ്റി, പ്രൊവിഡന്റ് ഫണ്ട്, തൊഴിൽ സമയ ക്ലിപ്തത, തൊഴിലിടങ്ങളിൽ അന്തസ്സോടെ ജോലിയെടുക്കാനുള്ള സാഹചര്യം, സ്ത്രീകളുടെ അവകാശങ്ങൾ, മെറ്റേണിറ്റി ബെനിഫിറ്റ് ആനുകൂല്യങ്ങൾ, മറ്റ് ക്ഷേമ ആനുകൂല്യങ്ങളെല്ലാം വർഷങ്ങളുടെ ത്യാഗോജ്വലമായ പോരാട്ടങ്ങളിലൂടെ തന്നെയാണ് തൊഴിലാളി വർഗം നേടിയെടുത്തത്. ഏതെങ്കിലും ഒരു സുപ്രഭാതത്തിൽ മാനേജ്മെൻറ്റോ കോർപ്പറേറ്റുകളോ ഗവൺമെൻറ്റോ ഇന്ന ആനുകൂല്യം നിങ്ങൾക്ക് അവകാശങ്ങൾ തന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടല്ല. അപ്പോൾ അത്തരത്തിലുള്ള 29ഓളം ട്രേഡ് യൂണിയൻ നിയമങ്ങളെ 4 കോഡുകളാക്കി മാറ്റി ആ കോഡുകളിൽ തൊഴിലാളികൾക്ക് എതിരായിട്ടുള്ള സമീപനം മാത്രം സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യം നാം കാണുകയാണ്. അതോടൊപ്പം തന്നെ സമ്പൂർണ്ണമായിട്ടുള്ള നിയമന നിരോധനം അടിച്ചേൽപ്പിച്ചിരിക്കുന്നു. പിൻവാതിൽ നിയമനങ്ങൾ, അതുപോലെ തന്നെ കരാർ, ഫിക്സഡ് ടൈം തൊഴിലിനെ മാത്രം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സാഹചര്യം കാണുകയാണ്. ഇപ്പോൾ 26 ടൂറിസ്റ്റുകളെ വെടിവെച്ചു കൊന്ന് പഹൽഗ്രാമിലുണ്ടായിട്ടുള്ള സാഹചര്യത്തെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധസമാനമായിട്ടുള്ള 2 ദിവസത്തെ പോരാട്ടമുണ്ടായി. ആ സമയത്ത് പുറത്തു വന്ന വാർത്ത ലക്ഷക്കണക്കിന് ഒഴിവുകൾ ഇന്ത്യയുടെ ആർമി, എയർഫോഴ്സ്, നേവി, സേനകളിൽ വരെ ഉണ്ട് എന്നതാണ്. അതായത് ടെസ്റ്റും ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ ചെറുപ്പക്കാർ റാങ്ക് ലിസ്റ്റിൽ പേരും വന്ന് കാത്തിരിക്കുമ്പോൾ സേനകളിൽ പോലും കൃത്യമായിട്ടുള്ള നിയമനം നടത്തുന്നില്ല. ഒറീസയിൽ ട്രെയിനുകൾ കൂട്ടിയിടിച്ച് അപകടമുണ്ടായപ്പോൾ ലോക്കോ പൈലറ്റുമാർ തുടർച്ചയായി 32 മണിക്കൂർ ജോലി ചെയ്യേണ്ടി വന്നു. ലോക്കോ പൈലറ്റുമാരുടെ പോലും ഒഴിവുകൾ ഇന്ത്യയുടെ റെയിൽവേ നികത്തുന്നില്ല എന്നത് ഏറ്റവും ഗൗരവമായിട്ടുള്ള വിഷയമാണ്. റെയിൽവേ ഓരോ ദിവസവും വളർന്നു പന്തലിച്ച് ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം എന്ന രൂപത്തിൽ വളർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോൾ സ്വകാര്യവൽക്കരണത്തിന്റെ പേരിൽ അതിന്റെ പാളങ്ങളും റെയിൽവേ സ്റ്റേഷനുകളും എല്ലാം വിറ്റ്, അതുപോലെ പിൻവാതിൽ നിയമനങ്ങളും ഫിക്സഡ് ടൈം എംപ്ലോയ്മെന്റും മാത്രം പ്രോത്സാഹിപ്പിച്ച് 60 വയസ്സ് കഴിഞ്ഞ് റിട്ടയറായ ആളുകളെ തിരിച്ചു വിളിച്ച് ചെറിയ ചെറിയ ജോബ് കൊടുക്കുന്ന സാഹചര്യത്തിലും റാങ്ക് ലിസ്റ്റിൽ പേരുള്ള അഭ്യസ്തവിദ്യരായിട്ടുള്ള ചെറുപ്പക്കാർക്ക് ജോലി കൊടുക്കാൻ ഗവൺമെന്റ് തയ്യാറാകുന്നില്ല. അതുപോലെ 195,000 കോടി രൂപയുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് അടുത്ത കാലത്ത് വിറ്റഴിച്ചത്. ഇപ്പൊ BPCLും BSNLും LICയും അടക്കം നമ്മുടെ മുന്നിലുണ്ട്. നവരത്ന കമ്പനികൾ എന്നറിയപ്പെടുന്ന 10,000 കോടി രൂപയിലധികം ലാഭം ഒരു വർഷമുണ്ടാക്കി ഗവൺമെന്റിന് കൊടുക്കുന്ന കമ്പനികൾ, ആ നവരത്ന കമ്പനികളെ വരെ ഗവൺമെന്റ് മത്സരിച്ച് വിൽക്കുന്നതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എയർ ഇന്ത്യ പറയുന്നത് എയർ ഇന്ത്യ എന്നാണെങ്കിൽ പോലും അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ടാറ്റയാണ്. നമ്മുടെ ആകെ ഒരു വിമാന സർവീസും അതും നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് പോയി. അതുപോലെ നിയമന നിരോധനം, തസ്തിക വെട്ടിക്കുറയ്ക്കൽ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇത്തരം പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ സംവരണമടക്കം അട്ടിമറിക്കപ്പെടുകയാണ്. ലേബർ കോഡ് നടപ്പാക്കുന്നതിന്റെ ഭാഗമായി തൊഴിലാളികൾക്കുണ്ടായ അവകാശങ്ങൾ ഓരോന്നായി ഹനിക്കുന്നു. ഇപ്പോൾ ഏതെങ്കിലും രീതിയിൽ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ടിന്റെ ഭാഗമായി ഉണ്ടായിരുന്ന അവകാശങ്ങൾ നശിപ്പിക്കപ്പെടുന്നു. 50,000 രൂപ കൊടുത്താൽ ഏത് എംപ്ലോയർക്കും ഏത്
പരാതിയും സെറ്റിൽ ചെയ്യാം, ഫൈൻ അടച്ച് തീർക്കാം എന്ന രൂപത്തിലേക്ക് മാറുന്നതും, അതുപോലെ തൊഴിൽ സുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ടും മിനിമം വേജസുമായി ബന്ധപ്പെട്ടുകൊണ്ടും എല്ലാം വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ്. അതുപോലെ സ്കീം വർക്കേഴ്സ് എന്ന രൂപത്തിൽ അസംഘടിത തൊഴിലാളി മേഖലകളിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് തൊഴിലാളികൾക്ക് അവരെ ഒരു തൊഴിലാളി എന്ന പരിഗണന പോലും കൊടുക്കാതെ കൃത്യമായി അവരെ വേട്ടയാടുന്നത് നാം കാണുകയാണ്. അതുകൊണ്ട് 26,000 രൂപ മിനിമം സാലറി അവർക്ക് കിട്ടുന്ന തരത്തിൽ അവരെ തൊഴിലാളി എന്ന രൂപത്തിൽ അഡ്രസ്സ് ചെയ്യാൻ വേണ്ട നടപടിക്രമങ്ങൾ സ്വീകരിക്കണം എന്ന് ഈ സമരത്തിലൂടെ ആവശ്യപ്പെടുന്നു. അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ആക്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതുപോലെ വിദ്യാഭ്യാസ അവകാശ നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. കർഷകരുടെ ഐതിഹാസികമായിട്ടുള്ള പ്രക്ഷോഭം നമ്മുടെ മുന്നിലുണ്ട്. 1.25 വർഷം നീണ്ടുനിന്ന 750ഓളം കർഷകർ സമരഭൂമിയിൽ തന്നെ പിടഞ്ഞു വീണ് മരിച്ച ആ സമരത്തിന്റെ ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ പോലും പാലിക്കുന്ന സാഹചര്യമില്ല. മാണ്ടികൾ എന്നറിയപ്പെടുന്ന അടുത്തുള്ള ചന്തകളിൽ കൊണ്ടുപോയി വിൽക്കുവാനും താങ്ങുവില കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് നിശ്ചയിച്ചു തരാമെന്ന് ആ സമരത്തിന്റെ ഒത്തുതീർപ്പ് വ്യവസ്ഥയുടെ ഭാഗമായി ഗവൺമെന്റ് ഉറപ്പ് നൽകിയതാണ്. അർബൻ നക്സലൈറ്റുകളുടെ സമരം, ഖാലിസ്ഥാൻവാദികളുടെ സമരം, പാകിസ്ഥാൻവാദികളുടെ സമരം എന്ന് പറഞ്ഞ് അന്ന് പ്രധാനമന്ത്രി തന്നെ ആക്ഷേപിച്ച സമരം ഏറ്റവും അവസാനം 1.25 വർഷത്തിന് ശേഷം ഈ രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ജനങ്ങളോട് മാപ്പ് പറഞ്ഞുകൊണ്ട് എല്ലാ സമരമുദ്രാവാക്യങ്ങളും അംഗീകരിച്ചു കൊടുത്തതും നമ്മൾ കണ്ടതാണ്. അപ്പോൾ കർഷകരുടെ സമരം ഒത്തുതീർപ്പാക്കി കൊടുത്ത ആ വ്യവസ്ഥകൾ പാലിക്കാത്തതിന്റെ ഭാഗമായി കർഷകരും പൂർണ്ണ പിന്തുണ കൊടുത്തുകൊണ്ട് ഈ സമരത്തിന് പിന്തുണയുമായി രംഗത്തെത്തിയിരിക്കുന്ന കാഴ്ച നാം കാണുകയാണ്. അത്തരത്തിൽ വിദ്യാർത്ഥികളുടെ, യുവജനങ്ങളുടെ, കർഷകരുടെ, കർഷക തൊഴിലാളികളുടെ, വിവിധ മേഖലകളിൽ പണിയെടുക്കുന്ന ജീവനക്കാരുടെ, അസംഘടിത മേഖലയിൽ പണിയെടുക്കുന്നവരുടെ എല്ലാം ഒറ്റ ശബ്ദത്തോടെയുള്ള പോരാട്ടമാണ്. 17ഓളം മുദ്രാവാക്യങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് മാർച്ച് മാസത്തിൽ ഡൽഹിയിൽ നടന്ന അഖിലേന്ത്യാ കൺവെൻഷന്റെ ഭാഗമായി ഇത് ചാർട്ട് ഓഫ് ഡിമാൻഡായി ഗവൺമെന്റിന് സമർപ്പിച്ച് എല്ലാ തരത്തിലുള്ള സമരമാർഗങ്ങളും പൂർത്തീകരിച്ചിട്ടാണ് ഏറ്റവും അവസാനം പണിമുടക്ക് സമരത്തിലേക്ക് പോകേണ്ടി വന്ന ഒരു നിർബന്ധിത സാഹചര്യം ഈ രാജ്യത്ത് ഉണ്ടായിട്ടുള്ളത്. ഇപ്പൊ വിദേശ രാജ്യങ്ങളിൽ, അമേരിക്ക അടക്കമുള്ള, ഫ്രാൻസ് അടക്കമുള്ള രാജ്യങ്ങളിലും ജപ്പാൻ അടക്കമുള്ള രാജ്യങ്ങളിലുമെല്ലാം അതിശക്തമായിട്ടുള്ള തൊഴിലാളി പ്രക്ഷോഭങ്ങൾ നമ്മൾ കണ്ടു. നമുക്കറിയാം, ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നിരവധി പ്രതിസന്ധികൾ, ആ പ്രതിസന്ധികൾ തരണം ചെയ്യാൻ ഗവൺമെന്റ് ഒരു നടപടിയും സ്വീകരിക്കാതെ എല്ലാം കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായി മാത്രം പൊളിച്ചെഴുത്ത് നടത്തുകയാണ്. വർഷങ്ങളായി പൊരുതി നേടിയ നിയമങ്ങൾ ദുർബലപ്പെടുത്തുകയാണ്. ആ നിയമത്തിന്റെ ഭാഗമായിട്ടെല്ലാം കോർപ്പറേറ്റുകൾക്കും മാനേജ്മെന്റുകൾക്കും മാത്രം അനുകൂലമായി ചിത്രീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുകയാണ്. അതിന്റെ ഭാഗമായി തൊഴിലാളി കൂടുതൽ പട്ടിണിയിലേക്കും പരിവട്ടത്തിലേക്കും പോവുകയാണ്. അതുപോലെ പണമുള്ളവൻ, അതുപോലെ തന്നെ ഈ മാനേജ്മെന്റിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന കോർപ്പറേറ്റുകൾ ഓരോ ദിവസവും കൂടുതൽ പണക്കാരായിട്ട് മാറുകയും ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം ഓരോ ദിവസവും വർദ്ധിപ്പിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെ ഈ രാജ്യം കടന്നു പോവുകയാണ്. അതുകൊണ്ടാണ് വലിയ തരത്തിൽ രാഷ്ട്രീയ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് ട്രേഡ് യൂണിയനുകളെല്ലാം ഐക്യനിരയായി ഒത്തുകൂടുന്നതും അവരുടെ അവകാശ പോരാട്ടങ്ങൾക്ക് വേണ്ടി ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകുന്നതും നാം കാണുകയാണ്. ഈ ലേബർ കോഡ് ധൃതി പിടിച്ച് നടപ്പാക്കേണ്ടതില്ല എന്ന തീരുമാനം മുൻ വർഷങ്ങളിൽ എടുക്കാൻ കാരണം രാജ്യത്തിന്റെ തൊഴിലാളി വർഗം ഒറ്റക്കെട്ടായി നടത്തിയ പോരാട്ടങ്ങൾ തന്നെയാണ്. ഇപ്പോൾ സംസ്ഥാനങ്ങളോട് ധൃതി പിടിച്ച് റൂളുകൾ ഉണ്ടാക്കിക്കോ, നിയമം നടപ്പാക്ക് എന്ന് പറയുമ്പോഴും അത് ഏറ്റവും കൂടുതൽ ബാധിക്കുക രാജ്യത്തിന്റെ തൊഴിലാളി വർഗത്തെ തന്നെയാണ്. അതുകൊണ്ട് ഏറ്റവും കാലികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് മുഴുവൻ തൊഴിലാളികളും 25 കോടിയോളം വരുന്ന തൊഴിലാളികൾ പണിമുടക്ക് സമരത്തിന്റെ ഭാഗമായി എല്ലാ തരത്തിലുള്ള നിയമങ്ങളും മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നത്. ഏറ്റവും അവസാനം ട്രേഡ് യൂണിയനുകൾ രൂപീകരിക്കാൻ പാടില്ല, ട്രേഡ് യൂണിയനുകൾ ഒരു സംഘടിത ബാർഗൈനിങ് ശക്തിയായിട്ട് ഇടപെടാൻ പാടില്ല. തൊഴിൽ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അവർ വന്നാൽ 15 ദിവസം നോട്ടീസ് തന്ന് അവരെ സസ്പെൻഡ് ചെയ്യുന്ന നടപടി സ്വീകരിക്കുന്ന തരത്തിലേക്ക് മാറുന്ന തരത്തിലേക്ക് വരെ ഇത്തരത്തിലുള്ള പുതിയ നിയമം മാറുന്നത്, കോഡുകൾ മാറുന്നത് നാം കാണുകയാണ്. 1926 ട്രേഡ് യൂണിയൻ രൂപീകരിക്കാൻ ബ്രിട്ടീഷ് പാർലമെന്റ് തീരുമാനിച്ചതും നിയമം കൊണ്ടുവന്നതും അതിന്റെ ഭാഗമായി ഒരു സംഘടിത തൊഴിലാളി ശക്തിയായി നടത്തിയ എല്ലാ തരത്തിലുള്ള ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് ഈ രാജ്യത്ത് ഓരോ അവകാശങ്ങളും നമ്മൾ നേടിയെടുത്തത്. അതുകൊണ്ട് ഭരണാധികാരികളുടെ കണ്ണു തുറപ്പിക്കാൻ വേണ്ടി രാജ്യത്തിന്റെ തൊഴിലാളി വർഗം കർഷകരുടെ പിന്തുണയോടെ, യുവജനങ്ങളുടെ പിന്തുണയോടെ നടത്തുന്ന ഐതിഹാസികമായിട്ടുള്ള സമരം UPSC നോക്കുകുത്തിയാക്കി, അതുപോലെ സംസ്ഥാന PSCകൾ ദുർബലമാക്കി, എല്ലാം പിൻവാതിൽ നിയമനം നടത്തുന്ന സാഹചര്യത്തിലേക്ക് പോകുന്ന, അതുപോലെ തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ തകർക്കുന്ന, സ്വകാര്യ മേഖലയിൽ ഇത്തരത്തിൽ ലേബർ കോഡിന്റെ ഭാഗമായി നിരവധി നിബന്ധനകൾ അടിച്ചേൽപ്പിക്കുന്ന ഈ സാഹചര്യത്തിൽ സമരമല്ലാതെ മറ്റൊരു മാർഗമില്ല. ഇത്തരത്തിലുള്ള പോരാട്ടങ്ങൾക്ക് മാത്രമേ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയൂ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് 17 ഇനങ്ങളടങ്ങുന്ന കൃത്യമായിട്ടുള്ള ഡിമാൻഡ് ഗവൺമെന്റിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് ഈ ഐതിഹാസിക സമരത്തിന്റെ ഭാഗമായി രാജ്യത്തിന്റെ തൊഴിലാളി വർഗം ഒത്തുകൂടിയിരിക്കുന്നത്. തീർച്ചയായും ശ്രീ ഗോകുൽ ഗോപിനാഥ്, നോക്കൂ, 11 മാസങ്ങൾക്ക് മുമ്പ് ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് കത്ത് നൽകിയതാണ് കേന്ദ്രത്തിന് വിവിധ തൊഴിലാളി സംഘടനകൾ. പക്ഷേ ഇപ്പോഴും അതിനെ നിരസിക്കുന്ന സമീപനമാണ് കേന്ദ്രത്തിൻ്റെയും മോദി സർക്കാരിൻ്റെയും ഭാഗത്തുണ്ടാകുന്നത്. ലാത്തൂരിൽ ചോരയൊലിപ്പിച്ചുകൊണ്ട് കർഷകർ നടന്നുപോയതും ഒടുവിൽ കർഷകരുടെ സമരങ്ങൾക്ക് മുമ്പിൽ അടിപതറേണ്ടി വന്ന മോദിയെയും ഒക്കെ കഴിഞ്ഞ കാലത്ത് നാം കണ്ടതാണ്, കഴിഞ്ഞ മോദി കാലത്ത്. അപ്പോൾ ഇപ്പോൾ
ഏറ്റവും സമഗ്രമായ ഒരു സമരത്തിലേക്ക് പോകാൻ നിർബന്ധിതമായ സാഹചര്യത്തെ സംബന്ധിച്ചാണ് അഡ്വക്കേറ്റ് KS അരുൺകുമാർ വിവരിച്ചത്. ശ്രീ ഗോകുൽ, ഇവിടെ ഈ തൊഴിലാളികൾ നടത്തുന്ന പ്രക്ഷോഭങ്ങളെയും സമരങ്ങളെയും ഒന്നും സാധാരണയായി അവജ്ഞയോടുകൂടിയോ അവരെല്ലാം മാറ്റി നിർത്തപ്പെടേണ്ടവരാണ് എന്ന ധാരണയോടുകൂടിയല്ല ഭാരതീയ ജനതാ പാർട്ടിയും കേന്ദ്ര സർക്കാരും കാണുന്നത്. ഇവിടെ ഈ ദേശീയ പണിമുടക്കിന് ആധാരമായി ഇവിടെ എൻ്റെ സുഹൃത്ത് CPM പ്രതിനിധി വിവരിച്ച കാര്യങ്ങൾ, പ്രത്യേകിച്ച് ലേബർ കോഡുമായി ബന്ധപ്പെട്ട വിഷയം. നിങ്ങൾ നോക്കൂ, ലേബർ കോഡ് ഇവിടെ നടപ്പാക്കുകയാണ്. നടപ്പാക്കുന്ന വിവിധ ഘട്ടങ്ങളിൽ തൊഴിലാളി സംഘടനകളുമായി കൃത്യമായിട്ടുള്ള ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. CPM-ൻ്റെയും CIT-യുടെയും നേതാവായിട്ടുള്ള ശ്രീ എളമരം കരീമിൻ്റെ അദ്ദേഹം കൂടി ഉൾപ്പെടുന്ന പാർലമെൻ്ററി തൊഴിലുകാര്യ സമിതിയുടെ ഭാഗമായി മുൻപിൽ വയ്ക്കപ്പെട്ട റിപ്പോർട്ട് കൂടി അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ നിയമം നടപ്പാക്കുന്നത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഈ തൊഴിൽ കോഡ് നടപ്പാക്കുമ്പോൾ 4 രീതിയിൽ ഈ തൊഴിൽ കോഡിനെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. 29 തൊഴിൽ നിയമങ്ങളെ 4 തൊഴിൽ നിയമങ്ങളായി അതിനെ ലഘൂകരിച്ച് തൊഴിലാളികൾക്കും തൊഴിലുടമകൾക്കും ഏറ്റവും ഉതകുന്ന തരത്തിലേക്ക് തൊഴിൽ നിയമങ്ങളെ പരിവർത്തനപ്പെടുത്തുക, അതിനൊരു വിപ്ലവകരമായിട്ടുള്ള മാറ്റത്തിന് ഉതകുന്ന രീതിയിലേക്കുള്ള സമീപനമാണ് കേന്ദ്ര സർക്കാർ എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ളത്. ഇത് ഇപ്പോൾ ഇവർ പറയുന്നത് ഈ തൊഴിൽ കോഡുമായി ബന്ധപ്പെട്ടുള്ള വിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളാണ്. ഈ തൊഴിൽ കോഡുമായി ബന്ധപ്പെട്ടാണ് തൊഴിൽ നിയമങ്ങൾ കൃത്യമായിട്ട് നമ്മുടെ വേതന കോഡുമായി ബന്ധപ്പെട്ടും സാമൂഹിക സുരക്ഷാ കോഡുമായി ബന്ധപ്പെട്ടും അത്തരത്തിൽ 4 തരത്തിലുള്ള കോഡുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അസംഘടിതമായ തൊഴിലാളി വിഭാഗം, സംഘടിതമായ തൊഴിലാളികളെക്കുറിച്ചാണ് ഇവിടെ CPM-ഉം ഇടതുപക്ഷവും എല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അസംഘടിതരായി തൊഴിൽ വേതനം അല്ലെങ്കിൽ തൊഴിലിന് അനുയോജ്യമായിട്ടുള്ള വേതനം ലഭിക്കാൻ വിധിയില്ലാതിരുന്ന ലക്ഷോപലക്ഷം വരുന്ന കോടാനകോടി വരുന്ന ഈ രാജ്യത്തെ അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് കൃത്യമായിട്ട് സംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് സമാനമായിട്ടുള്ള തുല്യ വേതനം ഉറപ്പുവരുത്തുന്നതാണ് ഈ പറയുന്ന പുതിയ തൊഴിൽ കോഡ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ സാർവത്രികമായിട്ടുള്ള അടിസ്ഥാന വേതനം ഉറപ്പാക്കുന്ന നിയമമാണ് ഇവിടെ നടപ്പാക്കുന്നത്. രാജ്യത്ത് പ്രോസിക്യൂഷൻ അധികാരം, നമ്മുടെ വ്യാവസായിക മേഖലയിൽ വ്യവസായങ്ങൾക്കകത്ത് അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രോസിക്യൂഷൻ അധികാരം ലേബർ ഇൻസ്പെക്ടറുടെ കയ്യിലായിരുന്നു. ആ ലേബർ ഇൻസ്പെക്ടറുടെ കയ്യിലുള്ള പ്രോസിക്യൂഷൻ അധികാരം തൊഴിലാളികൾക്കും തൊഴിലാളികളെ അവിടെ റിക്രൂട്ട് ചെയ്യുന്ന തൊഴിലുടമകൾക്കും അവരുടെ സംഘടിതമായിട്ടുള്ള ഒരു പാനലിനും അത് പ്രോസിക്യൂഷൻ അധികാരം കിട്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. നമുക്കറിയാലോ, ESI ലഭിക്കണമെങ്കിൽ, ആ ഇൻഷുറൻസ് ലഭിക്കണമെങ്കിൽ നമുക്ക് നിശ്ചിതമായിട്ടുള്ള തൊഴിലാളികൾ ഓരോ സ്ഥാപനങ്ങളിലും ആവശ്യമാണ്. 20 പേരിൽ കുറഞ്ഞ് തൊഴിലാളികളുള്ള സ്ഥാപനങ്ങൾക്ക് ESI ലഭിക്കില്ല. പക്ഷേ ഈ പുതിയ നിയമം ESI എന്ന് പറയുന്ന ആനുകൂല്യം എല്ലാ തൊഴിലാളികൾക്കും ലഭിക്കുന്ന തരത്തിലേക്ക്, അതിൽ തൊഴിലാളികളുടെ എണ്ണം ആവശ്യമില്ല എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. അതുപോലെ തന്നെ EPF, EPS, EDLI പോലെയുള്ള സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ കൂടി ഈ നിയമത്തിൻ്റെ ഭാഗമായി മാറുന്നു എന്നത് കൂടി നമ്മൾ വായിച്ചുകൊണ്ട് വേണം ഈ പറയുന്ന ലേബർ കോഡിനെ നമ്മൾ ഈ 300 പേരിൽ താഴെയുള്ള ഒരു സ്ഥാപനത്തിനെ ലേ ഓഫ് ചെയ്യാനോ പിരിച്ചുവിടാനോ എന്നും സർക്കാരിൻ്റെ പോലും അനുമതിയില്ലാതെ ഇത് നടപ്പാക്കാനാകും. 8 മണിക്കൂർ ചിക്കാഗോയിലെ പോരാട്ടങ്ങളിലൂടെ ലോകത്തെ തൊഴിലാളികൾ നേടിയെടുത്ത 8 മണിക്കൂർ വിരോധം, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ ജോലി എന്നത് അപ്രസക്തമാവുകയും 12 മണിക്കൂറോളം തൊഴിലാളികൾക്ക് ജോലി ചെയ്യാൻ നിർബന്ധിതമാകുന്ന സാഹചര്യമുണ്ട്. ഇങ്ങനെ തൊഴിലാളി വിരുദ്ധതയുടെ ഒരു മാലപ്പടക്കം തന്നെ, പെരുമഴ തന്നെ ഈ തൊഴിലാളി സംഘടനകൾ ആരോപിക്കുന്നു. അതിനുകൂടി ഒരു 4 ദിവസം ഒരാഴ്ചയിൽ തൊഴിലെടുക്കാനുള്ള സാഹചര്യമാണ് ഈ നിയമം മുന്നോട്ട് വയ്ക്കുന്നത്. 4 ദിവസം 12 മണിക്കൂർ തൊഴിലെടുക്കുന്നു. 3 ദിവസം അവരുടെ ബാക്കി ജീവിത സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ കഴിയുന്ന അങ്ങനെ കൊടുക്കുമോ? അങ്ങനെ കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ? ഇവിടെ നിയമം പാസാക്കി അല്ലെങ്കിൽ നിയമത്തിലൂടെ പറയുന്ന കാര്യമല്ലേ 4 ദിവസം തൊഴിലാളി ജോലി ചെയ്യുന്നു. നിങ്ങൾ ഒരു കാലഘട്ടത്തിൽ, നിങ്ങളിപ്പോൾ ഇവിടെ ശ്രീ അരുൺകുമാർ സൂചിപ്പിച്ചു, വിപ്ലവങ്ങൾ നടത്തിയിട്ടാണ്, ത്യാഗങ്ങൾ നടത്തിയിട്ടാണ്. ഞങ്ങൾക്കൊന്നും അഭിപ്രായ വ്യത്യാസമില്ല. എല്ലാ സംഘടനകളും എല്ലാ മുന്നേറ്റങ്ങളും അഭിപ്രായ വ്യത്യാസം വരില്ല. അല്ല, പറയട്ടെ അല്ലേ, എല്ലാ സംഘടനകളും എല്ലാ മുന്നേറ്റങ്ങളും ആവശ്യങ്ങൾക്കും അവരുടെ കാര്യങ്ങൾക്കും വേണ്ടി സമൂഹത്തിന് വേണ്ടി പോരാട്ടങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ തൊഴിൽ നിയമങ്ങൾ കൊണ്ടുവന്നത് ഇടതുപക്ഷത്തിൻ്റെ പോരാട്ടമാണ്, ത്യാഗങ്ങളാണെന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ പേയ്മെൻറ്റ് ഓഫ് വേജസ് ആക്ട് കൊണ്ടുവന്നത് 1936-ലാണ്. അതുപോലെ തന്നെ ബോംബെ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് വന്നത് 1938-ലാണ്. ഫാക്ടറീസ് ആക്ട് വന്നത് 1948-ലാണ്. അതുപോലെ തന്നെ
അപ്രന്റീസ് ആക്ട് വന്നത് 1850-ലാണ്. ശരി, അതുപോലെ അതൊക്കെ അല്ല, ശരിയാണ്. പറയട്ടെ നിക്ക്. അല്ല, ഇത് അത്തരം 1900 ആക്ടുകളും ആണ്ടിലും ഒക്കെ 18ാം നിലനിൽക്കുമ്പോൾ തന്നെ നൂറ്റാണ്ടിലൊക്കെ ഇതൊക്കെ വന്ന ഉപയോഗിച്ചുള്ള നിയമങ്ങൾ തൊഴിലാളി കോട്ട് ചൂഷണങ്ങൾക്കെതിരെ ചെയ്ത് ഈ സമര നിയമങ്ങൾ പോരാട്ടങ്ങൾ കൊണ്ടുവന്നത് കേരളത്തിലടക്കം തങ്ങളാണ് എന്ന് രാജ്യത്ത് പറയുന്ന നടത്തിയ രീതിയിലേക്ക് കാര്യം പോകുന്നത് ഗൂഗിളിന് ശരിയല്ല. അറിയില്ലേ? എന്താ ഇത്തരം കോഡുകളും ഇത്തരം നിയമങ്ങളും ഒക്കെ നിലനിൽക്കുമ്പോൾ തന്നെ ഇതൊക്കെ ഉപയോഗിക്കാതെയും തൊഴിലാളികളെ പീഡിപ്പിച്ച ഒരു മുതലാളി സംവിധാനത്തെ സംബന്ധിച്ച് ഗൂഗിളിന് അറിയില്ലേ? ഗൂഗിളിന് അറിയാവുന്നതാണല്ലോ, അറിയേണ്ടതാണല്ലോ തീർച്ചയായും. പിന്നീട് അതിനെതിരായി സമരം പോരാട്ടങ്ങൾ നയിച്ചതും അതിനുവേണ്ടി രക്തസാക്ഷിത്വം വഹിച്ചതുമായ ഒരു വലിയ സംഭവ ഗതി തന്നെ രാജ്യത്തില്ലേ? അതിനെയൊക്കെ എന്തിനാണ് ഈ ഉറപ്പായിട്ടുണ്ട് ഗൂഗിൾ മറക്കുന്നത്? BJP മനുഷ്യരുടെ ത്യാഗത്തെയോ പോരാട്ടത്തെയോ ഒന്നും ഒരു രീതിയിലും ഇകഴ്ത്തി കാണുന്നില്ല. ഇവിടെ എന്ന് പറയുന്നത്, ഇവിടെ BJP പറയുന്നത്, കേന്ദ്ര സർക്കാർ പറയുന്നത് പുതിയ കാലഘട്ടത്തിൻ്റെ സാമൂഹ്യ ഘടനയ്ക്കും പുതിയ കാലഘട്ടത്തിൻ്റെ തൊഴിൽ ശീലങ്ങൾക്കും അനുസരിച്ച് നിയമങ്ങൾ മാറണം, സർവ്വ മേഖലയിലും നിയമങ്ങൾ മാറണം. അത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണെന്നേ. ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് നിയമങ്ങൾ പരിവർത്തനം ചെയ്യപ്പെടുമ്പോൾ, നിയമങ്ങൾ പുതുക്കപ്പെടുമ്പോൾ എന്തിനാണ് നിങ്ങൾ അസഹിഷ്ണുതയോട് കാണുന്നത്? ഇവിടെ ഈ ലേബർ കോഡുമായി ബന്ധപ്പെട്ട് സംവാദത്തിന് തയ്യാറാണെന്നേ. നിങ്ങൾ ഈ ലേബർ കോഡ് അപ്പാടെ ഇല്ലാതാക്കണമെന്ന് പറയുന്നത് ശ്രീ സേനാപതി വേണു, അതായത് ഈ കോർപ്പറേറ്റുകളുടെ ടാക്സുകൾ അടക്കം എഴുതി തള്ളുന്നതിലേക്ക് പോകുന്നത് ആ തൊഴിൽ സംരംഭങ്ങൾ നശിക്കാതിരിക്കാനാണ്. പക്ഷേ പാവങ്ങളുടെ കടങ്ങൾ എഴുതിത്തള്ളാതിരിക്കുന്നത്, ദുരന്തമുഖത്തുള്ളവരുടെ കടങ്ങൾ എഴുതിത്തള്ളാതിരിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഒരു ഗുണം രാജ്യത്തിനില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സമകാലികമായ പല വിധത്തിലുമുള്ള നേട്ടങ്ങളുടെ ഭാഗമായി രൂപപ്പെടുത്തിയത് തന്നെയാണെന്ന് ഗോകുലും സമ്മതിക്കുന്നുണ്ട്, ഈ പുതിയ കാലത്തെ BJP നേതാവും സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രതിസന്ധിയാണ് ഒരുപക്ഷെ സമകാലികമായി നേരിടുന്ന പ്രതിസന്ധി. ഇതിനെ അതിജീവിക്കാനാണ് ഇത്തരത്തിൽ കോഡുകൾ, ഇത്തരത്തിൽ നിയമങ്ങൾ. അത് കാലത്തിനനുസൃതമായ മാറ്റമാണ്. നിങ്ങളൊക്കെ കാലത്തിനനുസൃതമായ മാറ്റത്തെ എന്തിനാണ് ഇങ്ങനെ പുച്ഛത്തോടെ കാണുന്നത്? ശ്രീ സേനാപതി വേണു. ഒന്ന്, അജിംഷ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു വെൽഫെയർ സ്റ്റേറ്റ് എന്നൊരു കൺസെപ്റ്റിലേക്ക് പോകുന്ന ആളുകളാണ്. അവിടെ സംതൃപ്തരായ തൊഴിലാളി എന്ന് പറയുന്ന യന്ത്രമല്ല, അവൻ സംതൃപ്തരായ തൊഴിലാളി അവർ രാജ്യത്തിന്റെ ഒരു വികസനത്തിന് ഒരു നിർണായകമായ ഒരു ഘടകമാണ്. അപ്പോൾ തൊഴിലാളിക്ക് അർഹതമായ വേതനം കിട്ടണം, അവന് വിനോദത്തിന് ആവശ്യമായ സൗകര്യങ്ങൾ ഉണ്ടാകണം, അവൻ്റെ തൊഴിൽ നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും അവൻ്റെ കുടുംബാംഗങ്ങളുടെയും ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് ഉള്ള ഭൗതിക സാഹചര്യങ്ങൾ ഉണ്ടാകണം. അവൻ കേവലം അടിമയായിട്ട് 10 മണിക്കൂറോ 12 മണിക്കൂറോ ജോലി ചെയ്ത് എന്തെങ്കിലും കൊടുത്ത് മേടിച്ചുകൊണ്ട് പോകുന്ന ആ ഒരു അടിമ സംസ്കാരത്തിൽ നിന്ന് മാറി നമ്മളൊരു വെൽഫെയർ സ്റ്റേറ്റിലേക്കും തൊഴിലാളിയും ഇൻഡസ്ട്രിയുടെ ഒരു അവിഭാജ്യ ഘടകമായി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. എന്തുകൊണ്ടാണ് 29 നിയമങ്ങൾ 1926 ട്രേഡ് യൂണിയൻ ആക്ട് മുതൽ കാലാകാലങ്ങളിലെ ഇന്നലെകൾ വരെ എന്തിനാണ് ഈ 29 നിയമങ്ങൾ പാസ്സാക്കിയിരിക്കുന്നത്? അത് ഓരോ ഘട്ടത്തിലും അന്നത്തെ സാമൂഹിക പശ്ചാത്തലത്തിനനുസരിച്ചാണ്. അതല്ലാതെ വേറെ ഏതെങ്കിലും മുതലാളിയോ ഉപദ്രവിക്കുന്നതിനോ അല്ലെങ്കിൽ വ്യവസായിയെ ഇല്ലാതാക്കുന്നതിനോ അല്ല. ഓരോ കാലഘട്ടത്തിനനുസരിച്ചാണ് ഓരോ നിയമങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുള്ളത്. ഞാൻ അരുൺ പറയുമെന്നാണ് വിചാരിച്ചത്. മൂലധനത്തിൽ സൂചിപ്പിക്കുന്ന തൊഴിലാളിയുടെ കുറിച്ചുള്ള ചൂഷണം. എന്താ ചൂഷണം എന്ന് കാറൽ മാർക്സ് മൂലധനത്തിൽ പറഞ്ഞിരിക്കുന്നത്? ഇപ്പോൾ ഒരു ഉൽപ്പാദിപ്പിക്കുന്ന ഒരാൾ 100 രൂപയുടെ സാധനം ഉൽപ്പാദിച്ചവർ 400 രൂപയ്ക്ക് വിറ്റോട്ടെ, അതിൽ ചൂഷണമില്ല, അതവൻ്റെ പ്രോഫിറ്റാണ്. പക്ഷെ അതിനകത്ത് കാറൽ മാർക്സ് പറയുന്ന ഒരു കാര്യമുണ്ട്, അതൊരു അടിസ്ഥാന ഘടകവും കൂടിയാണ്. ഞാൻ കോൺഗ്രസ്സുകാരനായിട്ട് നിൽക്കുമ്പോൾ പോലും, അതായത് 100 രൂപയ്ക്ക് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഉൽപ്പന്നത്തിൽ 30 രൂപയോ അല്ലെങ്കിൽ 40 രൂപയോ തൊഴിലാളിയുടെ സംഭാവന കോൺട്രിബ്യൂഷൻ അവനുണ്ടെങ്കിൽ അവൻ ആ 40 രൂപയ്ക്കുള്ള കോൺട്രിബ്യൂഷൻ കൊടുക്കാതെ അവന് 20 രൂപ കൊടുത്തുകൊണ്ട് അവനെ മാറ്റി നിർത്തുമ്പോൾ അവിടെയാണ് തൊഴിലാളിയെ ചൂഷണം ചെയ്യുന്നത്. ആ ചൂഷണം ഇപ്പം നമ്മുടെ സമൂഹത്തിൽ വന്നിരിക്കുകയാണ്. അതായത് ഒരു സാധനം ഉൽപ്പാദിപ്പിക്കുമ്പോൾ 100 രൂപ ചെലവ് വന്നാൽ അതിൽ 40 രൂപ അല്ലെങ്കിൽ 30 രൂപ തൊഴിലാളിയുടെ പങ്കാളിത്തമാണെങ്കിൽ ആ 30 രൂപ അവിടെ കൊടുക്കാതെ അവന് 15 രൂപയോ 20 രൂപയോ കൊടുത്തുകൊണ്ട് അവനെ ചൂഷണം ചെയ്യുന്ന ഒരു നിലയിലേക്ക് നമ്മുടെ നാട് മാറിയിരിക്കുന്നു. മുതലാളിമാർ ലാഭം എടുക്കട്ടെ, ആ ലാഭത്തെ എന്ന പ്രയോഗം തന്നെ അങ്ങനെയാണ്. കാരണം ക്യാപിറ്റൽ, ആ മൂലധനത്തിന് പ്രത്യുത്പാദനം ഇല്ല എന്ന വാക്കിനാണ് ദാസ് എന്നത് തന്നെ ആഡ് ചെയ്തത്. അത് അധ്വാനമാണ്. അത് ആദ്യമായി ലോകത്ത് മാർസാണ് മുമ്പോട്ട് വെച്ചത്. ശരിയാണ്. ഞാൻ പറഞ്ഞത് തൊഴിലാളിക്ക് അവൻ ചൂഷണം ചെയ്യപ്പെടാതെ അവന്റെ അധ്വാനത്തിനുള്ള പ്രതിഫലം കിട്ടണം.
ആ പ്രതിഫലം കിട്ടാൻ ഇപ്പോൾ ഉള്ള ഈ 4 ലേബർ കോഡ്, ഞാൻ ബഹുമാനായ എൻ്റെ BJP-യുടെ സ്നേഹിതൻ ശ്രീ ഗോകുലിനോട് ചോദിക്കുന്നത്, ഈ 4 ലേബർ കോഡ് കൊണ്ട്, ലേബർ കോഡ് എന്നാണ് നിങ്ങൾ പറയുന്നത്, ലേബർ നിയമം എന്ന് പോലുമല്ല, ലോ എന്നല്ല നിങ്ങൾ പറയുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇതിനെ ഈ 4ലേക്ക് ചുരുക്കിയത് എന്ന് ചോദിച്ചാൽ, ഇത് തൊഴിലാളിയുടെ ഗുണത്തിനല്ല, ഇതൊരിക്കലും തൊഴിലാളിയുടെ ഗുണത്തിനല്ല. ഇവിടെ നമ്മുടെ നാട്ടിലെ ഒരു കൺസെപ്റ്റ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫാക്ടറിക്ക് ലാഭമുണ്ടായാൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രിക്ക് ലാഭമുണ്ടായാൽ ആ ലാഭമാണ് നമ്മുടെ നാടിന്റെ ഡെവലപ്മെന്റ് എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് വന്നിരിക്കുന്നു. അതല്ല, അത് തന്നെയാണ് കാർൽ മാർക്സ് ആ സിദ്ധാന്തത്തിൽ പറയുന്നത്. നിങ്ങൾ 100 രൂപയുടെ ഉൽപ്പന്നം 500 രൂപയ്ക്ക് വിറ്റോ, സമൂഹത്തിൽ നിന്ന് പണം ഉണ്ടാക്കിക്കോ, പക്ഷെ തൊഴിലാളിയുടെ വീതം നിങ്ങൾ കൊടുക്കാതെ നിങ്ങൾ വിൽക്കുമ്പോൾ അവിടെ നിങ്ങൾ ചൂഷണം ഉണ്ടാകുന്നു. ആ ചൂഷണത്തെ ചെറുക്കുന്നതിന് വേണ്ടിയാണ് കാലാകാലങ്ങളിൽ ഈ തൊഴിൽ നിയമങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ആ തൊഴിൽ നിയമങ്ങളെ എല്ലാം അട്ടിമറിച്ചുകൊണ്ട് ഞാൻ ശ്രീ ഗോകുലിനോട് വിനീതമായിട്ട് ചോദിക്കുന്നു, ഗോകുലെ, നമ്മുടെ രാജ്യത്തെ ലോകത്ത് തന്നെ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രിൻസിപ്പിൾ ആണല്ലോ 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ വിനോദം. അത് ഇവിടെ മാത്രമല്ല, ഇനിയിപ്പം നിയമങ്ങൾ ബാധകമല്ലാത്ത അറേബ്യൻ രാജ്യങ്ങളിൽ പോലും അതൊക്കെ നിലനിൽക്കുക, എന്തിന് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പോലും അതൊക്കെ പടിപടിയായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ നിങ്ങൾ ഈ 12 മണിക്കൂർ തൊഴിലാളിയെ ജോലി ചെയ്യിപ്പിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് പോകുന്നു എന്ന് പറയുന്നത് തന്നെ എത്രയോ എന്താ പറയുക, 1885 മുതലുള്ള ഇങ്ങോട്ടുള്ള ഇന്ത്യയുടെ ലോകത്തിന്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഒരു 100-150 വർഷക്കാലത്തെ ചരിത്രത്തെ ഒറ്റയടിക്ക് മാറ്റിമറിക്കാനില്ലേ വീണ്ടും മനുഷ്യരെ ഈ 8 മണിക്കൂർ നിന്ന് മാറ്റിയിട്ട് 12 മണിക്കൂർ 14 മണിക്കൂർ എന്ന നിലയിലേക്ക്. ഇനി ഒന്ന്, ഇവിടെ നിങ്ങൾ ഈ നിയമങ്ങളിലെല്ലാം ഇൻസിസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്താണ്? കരാർ ജോലിയാണ്. അങ്ങനെയല്ലല്ലോ നമ്മുടെ നാട്ടിലെ. ഇന്ന് ജോലിക്ക് പോകുന്ന തൊഴിലാളിക്ക് നാളെ ജോലി കിട്ടണം, മറ്റന്നാളും ജോലി കിട്ടണം, അവന് പണിയെടുക്കാൻ പറ്റുന്ന ഒരു ഘട്ടം വരെ ജോലി കിട്ടണം. ഇതങ്ങനെയല്ലല്ലോ. കരാർ ജോലികളും കരാറുകാരെയും വെച്ച് ആ ജോലി തീർന്നു കഴിയുമ്പോഴേക്കും അവൻ പുറത്തേക്ക് പോകുന്ന ഒരു സ്ഥിതിവിശേഷമല്ലേ വരുന്നത്. അങ്ങനെ വരുന്ന ഒരു സ്ഥിതിവിശേഷത്തിൽ ഞാൻ ആദ്യം ചോദിച്ചു, വീണ്ടും ആവർത്തിക്കുന്നു, വെൽഫെയർ സ്റ്റേറ്റ് എന്നൊരു കൺസെപ്റ്റ്, ആ വെൽഫെയർ സ്റ്റേറ്റ് എന്നൊരു കൺസെപ്റ്റിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇവിടെ 24 കോടി പണിയെടുക്കുന്നവരെല്ലാവരും അവർ തൊഴിലാളികളാണ്. അവരുടെ ഏറ്റക്കുറച്ചിലുകൾ എന്തുമായിക്കൊള്ളട്ടെ, ഇല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന വേതനത്തിന്റെ നിരക്ക് എന്തുമായിക്കോട്ടെ, അവരെല്ലാം പണിയെടുക്കുന്നവരാ. ആ പണിയാണ് അവന്റെ ക്യാപിറ്റൽ അല്ലെങ്കിൽ അവന്റെ മൂലധനം. ആ മൂലധനം അവൻ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവൻ ആവശ്യമായ റിട്ടേൺ കിട്ടണം. അതല്ലാതെ തീർച്ചയായും ശ്രീ സേനാപതി വേണു, ഒരു കാര്യം കൂടി, അതായത് ഇത്തരത്തിൽ ഈ തീവ്ര പുനഃപരിശോധന വോട്ടർ പട്ടികയിലൂടെ ബീഹാറിൽ നടത്തുന്നു, ഇവിടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലടക്കം പ്രതിസന്ധി സൃഷ്ടിക്കുന്നു, രാജ്യത്താകമാനം, അത് കേരളത്തിൽ മാത്രമല്ല, കേരളത്തിൽ ഒരു ശക്തമായ പ്രതിരോധമുണ്ട് എന്നുള്ളേ ഉള്ളൂ. ബാക്കിയുള്ളിടങ്ങളിലെല്ലാം ഉന്നത വിദ്യാഭ്യാസ മേഖലകളെ ഗവർണർ എന്ന ഭരണഘടനാ സ്ഥാപനം ടൂൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികളെ ടൂളാക്കിക്കൊണ്ട് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു ഒരു ഘട്ടം രാജ്യത്തുണ്ട്, ഒരു അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ. അത് പ്രതിപക്ഷമൊക്കെ ഒരുപോലെ അംഗീകരിക്കുന്നതാണ്. അതിലൊരു പ്രധാന ഘടകമാണ് ഈ കർഷകർക്കും ഈ തൊഴിലാളികൾക്കുമെതിരായ നയങ്ങൾ എന്ന് പറയുന്നത്. അതിനെതിരെയാണ്. പക്ഷേ അതിനെതിരെ കൂട്ടായ പോരാട്ടം നടത്തേണ്ട അനിവാര്യതയില്ലേ? രാജ്യത്താകമാനം അങ്ങനെ നടത്തുമ്പോൾ കേരളത്തിൽ കോൺഗ്രസ്, INTUC-യോട് എനിക്ക് നിലപാട് വ്യത്യാസമില്ല, പക്ഷേ INTUC-യെ മൂക്കുകയറിട്ടുകൊണ്ട് കോൺഗ്രസ് നടത്തുന്നു എന്നൊക്കെയാണ് പൊതുവിൽ ഉയരുന്ന ആരോപണം. കേരളത്തിൽ മാത്രം ആ കൂട്ടായ്മയെ തെറ്റിക്കുന്ന രീതിയിലുള്ള ഒരു വ്യതിരിക്തത രൂപപ്പെട്ട് കണ്ടു. അതിന് കൂടി ഒരു മറുപടി സേനാപതി വേണു. അല്ല, അതിന് വളരെ വ്യക്തമായ കാരണമുണ്ട്. കാരണം സർക്കാർ ജീവനക്കാരാണ് ആ കാര്യത്തിൽ വിഭിന്നമായിട്ട് നിൽക്കുന്നത്. സർക്കാർ ജീവനക്കാർക്ക് കഴിഞ്ഞ 9 കൊല്ലമായിട്ട് അവർക്ക് കിട്ടേണ്ട പല ആനുകൂല്യങ്ങളും, എന്താ പറഞ്ഞ ഡിയർനെസ് അലവൻസ് അടക്കമുള്ള ആനുകൂല്യങ്ങൾ അവർക്ക് കിട്ടുന്നില്ല. ഇപ്പൊ 7 ഗഡുവോ 8 ഗഡുവോ DA അവർക്ക് കിട്ടുന്നില്ല. കാലാകാലങ്ങളിലുണ്ടായി എന്താ പറഞ്ഞ ശമ്പള പരിഷ്കരണത്തിനുള്ള കമ്മീഷൻ രൂപീകരിക്കുക, ഇതൊക്കെ ഓരോ 5 വർഷക്കാലവും. എനിക്കൊരു സംശയം, ഈ കേന്ദ്രം തരേണ്ട വിഹിതങ്ങളെല്ലാം വെട്ടിക്കുറയ്ക്കുന്നു, ഇതൊക്കെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തികമായ പ്രതിസന്ധി സൃഷ്ടിക്കുന്നതാണ് എന്ന വസ്തുത കേരളത്തിന് പുറത്ത് ഉള്ള എല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് ആരോപിക്കുന്നതാണ്. അതേ സംഭവം കേരളത്തിനുമില്ലേ? അപ്പോൾ ഇങ്ങനെ ഒരു താല്പര്യം, അത് തൊഴിലാളികളുടെ താല്പര്യവും അല്ലെങ്കിൽ ജീവനക്കാരുടെ താല്പര്യവും, അത് സമരം ചെയ്യാം. പക്ഷേ ഇങ്ങനെ ഒരു മുഖത്ത് ശത്രുവിനെ ഒരുമിച്ച് നേരിടേണ്ട ഒരു അനിവാര്യ ഘട്ടത്തിൽ അത് പാടുണ്ടോ? എൻ്റെ സംശയമാണ്. കേൾക്കൂ, ഇപ്പോൾ നമ്മൾ കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റ് രാജ്യത്തെ തൊഴിലാളികൾക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന
തൊഴിലാളി വിരുദ്ധ നടപടികൾക്കെതിരെ രാജ്യത്തെ എല്ലാ പ്രധാനപ്പെട്ട ട്രേഡ് യൂണിയനുകൾ 2006 മുതലാണ് ഈ ട്രേഡ് യൂണിയനുകൾ, അതിനു മുമ്പ് CITU ഒറ്റയ്ക്ക് സമരം നടത്തും, AITUC ഒറ്റയ്ക്ക് സമരം നടത്തും, INTUC ഒറ്റയ്ക്ക് സമരം നടത്തും. അങ്ങനെ ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള സമരങ്ങൾ കൊണ്ട് തൊഴിലാളികളുടെ കൂട്ടായ വിലപേശൽ ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് 2006 ഡൽഹിയിലെ നൽക്കത്താറ സ്റ്റേഡിയത്തിൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ട്രേഡ് യൂണിയൻ നേതാക്കൾ ചേർന്ന യോഗത്തിലെടുത്ത തീരുമാനങ്ങളാണ്. ഇപ്പൊ CITU ഞങ്ങളുമായിട്ട് പല കാര്യത്തിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. ഒരു ഘട്ടത്തിൽ BMS പോലും ഈ ഐക്യ ട്രേഡ് യൂണിയന്റെ ഭാഗമായിട്ട് വന്നതാണ്. പക്ഷേ ഇപ്പോഴെന്താണ്? കാരണം ഞാൻ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി BMSന്റെ നേതാക്കന്മാരുടെ ഒക്കെ പ്രസ്താവനകൾ, കാരണം കേന്ദ്രം കൊണ്ടുവരുന്ന പല നിയമങ്ങളും തൊഴിലാളി വിരുദ്ധമാണ് എന്നുള്ള പ്രസ്താവനകളൊക്കെ വന്നപ്പോഴും ഒരു പണിമുടക്കിലേക്ക് തൊഴിലാളി വർഗത്തിന്റെ ആവശ്യത്തിന് വേണ്ടി പോയപ്പോൾ BMS അതിന്റെ ഭാഗമായി നിന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അതൊഴിച്ച് ബാക്കി രാജ്യത്തെ മുഴുവൻ ട്രേഡ് യൂണിയനാണ്. നമ്മൾ തമ്മിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളും പല കാര്യത്തിലുമുള്ള എന്താ പറഞ്ഞ വൈവിധ്യങ്ങളാർന്ന അഭിപ്രായങ്ങൾ ഉള്ളപ്പോഴും രാജ്യത്തെ തൊഴിലാളി വർഗത്തിന്റെ താല്പര്യവും രാജ്യത്തെ വ്യവസായ അന്തരീക്ഷം സുഗമമായിട്ട് പോകണമെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സംതൃപ്തരായ ഒരു തൊഴിലാളി വർഗം ഉണ്ടാകണം എന്നുള്ളത്. അപ്പൊ അവർക്ക് അർഹമായ ശമ്പളം കിട്ടണം, ബോണസ് കിട്ടണം, മറ്റു കാര്യങ്ങളെല്ലാം. അഡ്വക്കേറ്റ് KS അരുണിലേക്ക്. ശ്രീ അരുൺ, BJPയും കോൺഗ്രസും ഉയർത്തിയ വാദങ്ങൾ, വിയോജിപ്പിൻ്റെ ശബ്ദത്തിൽ കോൺഗ്രസ് ഉയർത്തിയ വാദങ്ങൾ, അത് സേനാപതി വേണു എന്ന വ്യക്തിയല്ല, കാരണം അദ്ദേഹത്തിന് ഇങ്ങനെ ഒന്നിച്ചൊക്കെ നിൽക്കണമെന്ന് ആഗ്രഹമുള്ള ആളാണെന്ന് തോന്നുന്നു, അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ തന്നെ അത് വ്യക്തമാണ്. പക്ഷേ എന്താണ് കേരളത്തിലെ കോൺഗ്രസിന് സംഭവിക്കുന്നതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ BJPക്കും കോൺഗ്രസിനും താങ്കൾക്ക് മറുപടി പറയാം. ഇവിടെ ബഹുമാനപ്പെട്ട BJPയുടെ പ്രതിനിധി പറഞ്ഞത് പല നിയമങ്ങളും 1936-38 ഉണ്ടായപ്പോൾ അതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം കമ്മ്യൂണിസ്റ്റുകാർ ഏറ്റെടുക്കുന്നു എന്നതാണ്. താങ്കൾ മനസ്സിലാക്കേണ്ടത് ഈ രാജ്യത്തെ ഏറ്റവും ആദ്യത്തെ സംഘടിത ട്രേഡ് യൂണിയൻ ആരംഭിച്ചത് 1920-ലാണ്. അത് AITUC ആണ്. ഇപ്പം അതായത് 100 വർഷത്തിലധികം 105 വർഷമായി AITUCയുടെ ഒരു പ്രായം. അപ്പോൾ ഈ രാജ്യത്തുണ്ടായ ഓരോ തൊഴിൽ നിയമങ്ങളുടെ പിന്നിലും AITUCയുടെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റുകാരെ പിന്തുണയ്ക്കുന്നവരും സോഷ്യലിസ്റ്റുകാരും അതുപോലെ തന്നെ കോൺഗ്രസിലെ ഒരു വിഭാഗവും നന്നായിട്ട് തന്നെ അണിനിരന്നിട്ടുണ്ട്. അപ്പൊ ആദ്യം സ്വാതന്ത്ര്യ സമരത്തിന് ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമാണല്ലോ. ആ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി മാറുമ്പോൾ ആദ്യം കോൺഗ്രസ്, പിന്നെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ്, പിന്നെ കമ്മ്യൂണിസ്റ്റ്. 1930കളിൽ അതിശക്തമായിട്ടുള്ള തൊഴിലാളി പ്രക്ഷോഭമാണ് ഇവിടെ നടന്നത്. അത് ഏറ്റവും കേന്ദ്രീകരിച്ച് മുംബൈ കേന്ദ്രീകരിച്ചിട്ടാണ്. മഹാരാഷ്ട്രയിലെ മുംബൈ കേന്ദ്രീകരിച്ചും അതുപോലെ തന്നെ ബാംഗ്ലൂർ കേന്ദ്രീകരിച്ചുമെല്ലാം നിരവധി തൊഴിലാളി പോരാട്ടങ്ങൾ 1930 ഉണ്ടാകുമ്പോൾ അതിന്റെ പിന്നിൽ അണിനിരുന്നത് കമ്മ്യൂണിസ്റ്റുകാരും സോഷ്യലിസ്റ്റുകാരും അതുപോലെ കോൺഗ്രസിലെ ഒരു വിഭാഗം തന്നെയാണ്. അതിനുശേഷമാണ് INTUCയും 1970 CITUയും എല്ലാം രൂപപ്പെടുന്നത്. ഇപ്പൊ ഇവിടെ കോൺഗ്രസിന്റെ ബഹുമാനപ്പെട്ട പ്രതിനിധി സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിൽ ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും ട്രേഡ് യൂണിയൻ സംഘടന ഉണ്ടെങ്കിലും തങ്ങളുടെ അവകാശ പോരാട്ടത്തിന് വേണ്ടി യോജിച്ച് ഒറ്റ മനസ്സോടെ പോരാടണം എന്നുള്ള ഒരു പൊതു മനോഭാവത്തിലേക്ക് എത്തിയത് 2000-ന് ശേഷമാണ്. അതിനു മുമ്പും ചില ഘട്ടങ്ങളിൽ യോജിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവകാശ പോരാട്ടത്തിൽ ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഈ കോർപ്പറേറ്റുകളുടെ സംഘടിത ശക്തിക്ക് മുന്നിൽ അവർക്ക് പൂർണ്ണ പിന്തുണ കൊടുക്കുന്ന ആഗോളവൽക്കരണത്തിന് ശേഷമുള്ള കേന്ദ്ര ഗവൺമെന്റുകൾക്ക് മുന്നിൽ നമുക്ക് പോരാടാൻ കഴിയൂ എന്ന ഒരു പൊതുബോധ്യത്തിലേക്ക് സംഘടിത ട്രേഡ് യൂണിയൻ മാറി. അങ്ങനെയാണ് സംയുക്ത ട്രേഡ് യൂണിയനായി മാറിയത്. ഇവിടെ സൂചിപ്പിച്ച് കറക്റ്റാണ്. BMS വരെ ഒരു ഘട്ടത്തിൽ ഇതിനെ പിന്തുണച്ചിട്ടുണ്ട്. കാരണം തൊഴിലാളികൾ അവരുടെ അവകാശത്തിന് വേണ്ടിയിട്ടല്ലേ. ഇപ്പോൾ 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിനോദം, 8 മണിക്കൂർ വിശ്രമം. അതിന്റെ ഭാഗമായി സാർവദേശീയ തൊഴിലാളി ദിനമായ മെയ് 1 ലോകത്തുള്ള തൊഴിലാളികൾ ഏറ്റവും അഭിമാനത്തോടെയും ആവേശത്തോടെയുമാണ് ചിക്കാഗോയിൽ അന്നുണ്ടായ ക്രൂരമായിട്ടുള്ള വെടിവയ്പിൽ മരണപ്പെട്ട തങ്ങളുടെ സഹപ്രവർത്തകരുടെ ഓർമ്മ പുതുക്കിക്കൊണ്ട് ആ അവകാശങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നത്. എന്നാൽ ഇപ്പൊ ലേബർ കോഡിന്റെ ഭാഗമായി 8 മണിക്കൂർ എന്നുള്ളത് 12 മണിക്കൂറും 15 മണിക്കൂറുമാക്കി മാറ്റാം എന്ന രൂപത്തിലേക്ക് മാനേജ്മെന്റിന് അധികാരം കൊടുത്താൽ പൂർണ്ണമായി അത് മാറ്റില്ലേ? ഇപ്പൊ മിനിമം വേജസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താ, ഗവൺമെന്റ് ഒരു ഫെയർ വേജസ് നിശ്ചയിക്കും. ആ ഫെയർ വേജസിന് മുകളിലായിരിക്കണം സംസ്ഥാന ഗവൺമെന്റുകൾ നിശ്ചയിക്കുന്ന വേജസ് എന്നതാണ് നിർദ്ദേശം. ഫെയർ വേജസ് എത്രയാ? 178 ആയിരുന്നു ഈ രാജ്യത്തെ ഫെയർ വേജസ്. ഇപ്പോൾ അത് 204 ആണ്. 204-ന് മുകളിൽ സംസ്ഥാന ഗവൺമെന്റിന് ഒരു വേതനം നിശ്ചയിക്കാമെന്ന് പറഞ്ഞാൽ 206, 210, 220 ഒരു ദിവസത്തെ കൂലിയാണ്. ഈ കേരളത്തിൽ ഉച്ചവരെ പണിയെടുത്താൽ 700, 1000, 1200. ഇതര സംസ്ഥാന തൊഴിലാളികൾ ഇപ്പോൾ വന്നാൽ കൃത്യമായി ഒരു ദിവസത്തെ വേതനം പറഞ്ഞിട്ടാണ് തൊഴിലിന് ഇറങ്ങുന്നത്. മിനിമം ഒരു 800 മുതൽ 1000 രൂപ വരെ ഏത് തൊഴിലാളിക്കും കിട്ടുന്ന സാഹചര്യം ഈ കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലുമുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് തന്നെ പറഞ്ഞല്ലോ ഏറ്റവും മികച്ചപ്പെട്ട കൂലി കൊടുക്കുന്ന സംസ്ഥാനം കേരളമാണ്. അതിനുശേഷം ജമ്മു കാശ്മീരാണ്. ജമ്മു കാശ്മീരിൽ 540 രൂപയാണ്. ആ
ഒരു സാഹചര്യത്തിൽ ഫെയർ വാല്യൂ 204 നിശ്ചയിച്ചിട്ട് അതിന്റെ മുകളിൽ ഒരു തുക എന്ന് പറഞ്ഞ് 210ഉം 220ഉം നിശ്ചയിക്കാൻ പാകത്തിന് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഈ ലേബർ കോഡിനെ തൊഴിലാളി വിരുദ്ധ നയമായിട്ട് ഇപ്പോഴേ നടപ്പാക്കി കഴിഞ്ഞു. ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ നിങ്ങൾ ഈ നിയമത്തിന്റെയൊക്കെ പിന്നിൽ കമ്മ്യൂണിസ്റ്റുകാരാണോ കോൺഗ്രസ്സുകാരാണോ എന്ന് ചോദിച്ചാൽ ഈ നിയമത്തിന്റെയൊക്കെ പിന്നിൽ തൊഴിലാളികളാണ്. ആ തൊഴിലാളികൾക്ക് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയം ഉണ്ടായിരുന്നു. അന്ന് സ്വാതന്ത്ര്യ സമരത്തെ പോലും തള്ളിപ്പറഞ്ഞ് ഒരു തരത്തിലുള്ള മൂവ്മെന്റിന്റെയും ഭാഗമാക്കി മാറ്റാത്തവർ, എല്ലാ സമരങ്ങളെയും ഉറ്റുകൊടുത്തവർ, സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുന്ന യുവാക്കളെ കൃത്യമായി ഞങ്ങൾ പറഞ്ഞു ഉപദേശിച്ച് പിൻവലിപ്പിച്ചു കൊള്ളാം എന്ന് പറഞ്ഞ് മാപ്പ് പറഞ്ഞവർക്ക് ഒരു ഘട്ടത്തിൽ പോലും ഈ തൊഴിലാളി സമരത്തിന്റെ ഗൗരവത്തെ മനസ്സിലാക്കാൻ കഴിയില്ല. ഈ രാജ്യത്തിന്റെ തൊഴിലാളി മൂവ്മെന്റുകളെ മനസ്സിലാക്കാൻ കഴിയില്ല. മറ്റൊന്ന്, കോൺഗ്രസിന്റെ ബഹുമാനപ്പെട്ട പ്രതിനിധി സൂചിപ്പിച്ചത് ഏതെങ്കിലും ജീവനക്കാർ മുന്നോട്ട് വെച്ച ആവശ്യമല്ല. നിങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ പറഞ്ഞത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്, നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് ഈ കേരളത്തിൽ മാത്രം CI2-നൊപ്പം ഒരു സമരത്തിന് യോജിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. വാളയാർ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് പുറത്തേക്ക് പോയാൽ എല്ലാ സംസ്ഥാനങ്ങളിലും ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് തന്നെ മുന്നോട്ട് പോകും എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ ജനങ്ങൾക്കറിയാം. കാരണം തൊഴിലാളികൾ ഒറ്റക്കെട്ടായിട്ട് പോരാടുന്നത് സംഘപരിവാർ ഉയർത്തിപ്പിടിക്കുന്ന ഇത്തരത്തിലുള്ള തൊഴിലാളി വിരുദ്ധ രാഷ്ട്രീയത്തിനെതിരാണ്. അതിന് സംസ്ഥാനങ്ങളുടെ അതിർവരമ്പ് നിശ്ചയിക്കുമ്പോൾ ഈ സംസ്ഥാനത്തെ INTUC തൊഴിലാളികളുടെ ആഗ്രഹത്തിന് വിരുദ്ധമായിട്ടാണ് നേതൃത്വവും കോൺഗ്രസും എല്ലാം അതിൽ പ്രതികരിച്ചത് എന്നതാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ വിവിധ തൊഴിൽ മേഖലകളിൽ നമ്മളോടൊപ്പം തന്നെ INTUCയും ഇടപെട്ട് സമരത്തിന്റെ ഭാഗമായി അണിനിരന്നു. നേതൃത്വത്തിന് ചില വിമുഖതകളുണ്ടെങ്കിലും തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം വലിയ ഐക്യനിര തന്നെയാണ്. കാരണം അത്തരത്തിൽ അവരുടെ അവകാശ പോരാട്ടത്തിന് വേണ്ടിയിട്ടാണ് സമരം. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന ആനുകൂല്യം കിട്ടിയില്ല, അതുകൊണ്ട് കേരളത്തിൽ മാത്രം ഞങ്ങൾ വിമുഖത കാണിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ലേബർ കോഡിനെതിരല്ലേ? അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ തൊഴിലാളികളുടെ 8 മണിക്കൂർ ജോലി എന്നുള്ള അവകാശത്തെ അത് 12ഉം 15ഉം മണിക്കൂർ ആക്കി മാറ്റുന്നതിനെ നിങ്ങൾ അനുകൂലിക്കുന്നുണ്ടോ? അതുപോലെ തന്നെ 26,000 രൂപ കൃത്യമായി തൊഴിലാളികൾക്ക് സാലറി കിട്ടണം എന്ന തീരുമാനത്തെ നിങ്ങൾ അനുകൂലിക്കുന്നില്ലേ? അതുപോലെ സ്കീം വർക്കേഴ്സിന്റെ മുഴുവൻ തൊഴിലാളികളായിട്ട് അംഗീകരിക്കണമെന്നും അവർക്ക് ഓണററിയും ഇൻസെന്റീവും മാറ്റി ശമ്പളം കൊടുക്കണം എന്നുള്ള സംയുക്ത ട്രേഡ് യൂണിയന്റെ ശക്തമായിട്ടുള്ള ആവശ്യത്തെ നിങ്ങൾ കേരളത്തിൽ പിന്താങ്ങുന്നില്ലേ? അതുപോലെ തന്നെ ഇവിടെ വൈദ്യുതി മേഖലയിലെ നിയമം, അതുപോലെ വിദ്യാഭ്യാസ അവകാശ നിയമം സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ, ESI അതുപോലെ ബോണസുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം തുക നിശ്ചയിച്ചുകൊണ്ട് അവകാശങ്ങൾ ഹനിക്കാൻ നടത്തുന്ന ശ്രമത്തിനെതിരെ യോജിച്ച പോരാട്ട മുഖത്ത് നമ്മൾ എടുക്കുന്ന മുദ്രാവാക്യത്തെ കേരളത്തിലെ INTUC തള്ളിക്കളയുകയാണോ? ഇതൊക്കെ അറിയാൻ ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ന്യായീകരണങ്ങളൊന്നും തൊഴിലാളികളുടെ കാര്യത്തിൽ ഉയർത്തിപ്പിടിച്ചിട്ട് കാര്യമില്ല. ഈ രാജ്യത്ത് എല്ലാം കോർപ്പറേറ്റുകൾക്ക് തീറെഴുതുമ്പോൾ സംഘടിത ശക്തിയായി, കളക്റ്റീവ് ബാർഗൈനിങ് ശക്തിയായി ട്രേഡ് യൂണിയനുകളുടെ ഐക്യനിര യോജിച്ച പോരാട്ടം സംഘടിപ്പിച്ചാൽ മാത്രമേ നമുക്ക് നിലനിൽക്കാൻ കഴിയൂ എന്നുള്ള സാഹചര്യമാണ്. അതുകൊണ്ട് INTUC നയം തിരുത്തണം എന്നാണ് ഈ ആവശ്യത്തിൽ ഇനിയും സൂചിപ്പിക്കാനുള്ളത്. ഇനിയും വരും ദിനങ്ങളിൽ ഉജ്ജ്വലമായിട്ടുള്ള സമരങ്ങൾക്ക് നമുക്ക് ഒരുമിച്ച് അണിനിരക്കണം എന്നതാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഗോകുൽ, നോക്കൂ, ഇവിടെ BJPയുടെ ഒരു വിഷയത്തിലെ അല്ലെങ്കിൽ മോദി സർക്കാരിൻ്റെ ഒരു വിഷയത്തിലെ സംഭവഗതി മാത്രമല്ല ഇവിടെ പ്രതിഫലിക്കുന്നത്. ബീഹാറിലെ ഈ തീവ്ര പുനഃപരിശോധന വോട്ടർ പട്ടികയിലെ അതുണ്ടാക്കുന്ന ഉദ്ദേശമെന്ത്, അതിൻ്റെ പിന്നിലാര്, അതുണ്ടാക്കുന്ന പ്രതിസന്ധി എന്ത്, അതെന്തു തരം ലിറ്റ്മസ് ടെസ്റ്റിൻ്റെതാണ് എന്ന് ഭയപ്പെടുന്നു പ്രതിപക്ഷവും രാജ്യത്തെ ജനങ്ങളും. ഇതൊന്ന്. രണ്ട്, ഇവിടെ തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ പ്രതിസന്ധിയിലാക്കുന്ന പല വിധത്തിലുമുള്ള പ്രവണതകൾ. മൂന്ന്, ഈ കർഷകരുടെയും തൊഴിലാളികളുടെയും ഒക്കെ അവകാശങ്ങൾ ധ്വംസിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ദിശയുണ്ട്, ഒരു ആശയമുണ്ട്, ആ ബോധമുണ്ട്. ആ ബോധം അനുസരിച്ചാണ് നീങ്ങുന്നത്. അതിൻ്റെ ഒരു ചെറിയ ഉദാഹരണം, കോർപ്പറേറ്റുകളായ രാജ്യത്തെ 80% സമ്പത്ത് കൈയാളുന്നത് വെറും വിരലിൽ എണ്ണാവുന്നവരാണ്. അവരുടെ സമ്പത്ത് കുന്നുകൂടുന്നു, പക്ഷേ ദാരിദ്ര്യ നിരക്ക് വലിയ രീതിയിൽ വർദ്ധിക്കുന്നു. രാജ്യത്ത് തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നു. തൊഴിലുറപ്പ് തൊഴിലുറപ്പ് സംവിധാനം തന്നെ ഇല്ലാതാക്കുന്നതിലേക്ക് കാര്യങ്ങളെ എത്തിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള നിരവധി ഘട്ടങ്ങളുണ്ട്. ഒരു വശത്ത് കോർപ്പറേറ്റുകൾക്ക് അവരുടെ കടങ്ങൾ എഴുതിത്തള്ളുന്നതിലേക്ക് പോകുന്നു, പക്ഷേ പാവപ്പെട്ടവനും ദുരന്തബാധിത മുഖത്ത് നിൽക്കുന്നവനും അടക്കമുള്ളവരുടെ കടങ്ങൾ എഴുതിത്തള്ളുന്നതിന് വലിയ ബുദ്ധിമുട്ടും പ്രയാസവും പറയുന്നു. അത് ശരിയല്ല അത്രേ. ഒരിക്കൽ നിർമ്മലാ സീതാരാമൻ തന്നെ പറഞ്ഞത് ഇങ്ങനെ ജനങ്ങളെ സഹായിക്കുന്ന കിറ്റൊന്നും കൊടുക്കുന്നത് ശരിയായൊരു രീതിയല്ല ജനങ്ങളെ സഹായിക്കുന്നത് എന്ന തരത്തിൽ പോലും അവർ പ്രതികരിച്ചിട്ടുണ്ട് മുമ്പ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു പശ്ചാത്തലമാണ് എല്ലാ ഘട്ടങ്ങളിലും മോദി സർക്കാരിൽ പ്രതിഫലിക്കുന്നത്. BMSന് പോലും ഉള്ളിൽ തൊഴിലാളി വർഗം എന്ന നിലയിൽ ഈ BJPയുടെ മോദിയുടെ ചെയ്തികളോട് എതിർപ്പുണ്ട്. മുൻകാലത്തൊക്കെ അവർ രംഗത്തെത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ അമിത്ഷാ മോദി ഈ അമിതാധികാര പ്രവണത കൊണ്ടാണ് അവർക്ക് പോലും അവരുടെ തൊഴിലാളി വർഗ ബോധം കാട്ടാനാകാത്തത്. ഇതൊക്കെയാണ് വിമർശിക്കപ്പെടുന്നത് കോൺഗ്രസിനും BJPക്കും
മോദി സർക്കാരിന് മുന്നിൽ? ഇവിടെ നിങ്ങൾ നോക്കൂ, ഈ അമിതാധികാര പ്രവണതയും അല്ലെങ്കിൽ തൊഴിലാളി വിരുദ്ധതയൊക്കെ നിങ്ങൾ BJP യുടെ തലയിൽ കെട്ടിവെക്കണ്ട. ഇവിടെ CPMൻ്റെ നയരേഖ നമ്മൾ വായിക്കുമ്പോൾ അതിലൊരു കാര്യം പറയുന്നുണ്ട്. CPM നയരേഖയിൽ പറയുകയാണ്, കേരളത്തിൻ്റെ വ്യവസായം വളരാൻ തൊഴിലാളി സംഘടനകൾ തെറ്റ് തിരുത്തണം. എന്ത് തെറ്റാണ് തിരുത്തേണ്ടതെന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. വേതനം നിശ്ചയിക്കുന്നത് വ്യവസായിയുടെ ഭാഗത്ത് നിന്നുകൂടി ചിന്തിച്ചായിരിക്കണം. CPM നയരേഖയാണ്. വേതനം കൊടുക്കുന്നത് സ്ഥാപനത്തിൻ്റെ സമ്പത്തിൻ്റെ സ്ഥിതി നോക്കി വേണം. വേതനം കൊടുക്കാത്ത വ്യവസായ കേന്ദ്രങ്ങൾ, കൃത്യമായി വേതനം നിശ്ചയിക്കാൻ കഴിയാത്ത വ്യവസായ കേന്ദ്രങ്ങൾ പൂട്ടണമെന്ന് കേന്ദ്ര നിയമം ഉള്ളപ്പോഴാണ് CPMൻ്റെ തൊഴിലാളി സ്നേഹമുള്ള പാർട്ടിയുടെ ഈ നയരേഖ നമ്മുടെ മുമ്പിലുള്ളത്. അതവിടെ ഇരിക്കട്ടെ. ഈ പറയുന്ന തൊഴിലാളി സ്നേഹം പറയുന്ന 26,000 രൂപ അടിസ്ഥാന വേതനം നൽകണമെന്ന് വാദിക്കുന്ന CPMകാർ അല്ലെങ്കിൽ ഇടതുപക്ഷക്കാർ തിരുവനന്തപുരത്ത് ഇന്ന് ഈ പാതിരാത്രിയും ഈ മഞ്ഞും വെയിലും മഴയും കൊണ്ട് തുടരുന്ന ആശാ വർക്കർമാരുടെ സമരത്തെ, ആ തൊഴിലാളികളുടെ സമരത്തെ കണ്ടെന്ന് നടിച്ചവരാണോ? കണ്ടില്ല എന്ന് നടിച്ച് അതുവഴി സ്റ്റേറ്റ് കാറിൽ ചീറിപ്പായുന്ന മന്ത്രിമാരുള്ള ഒരു സംസ്ഥാനത്ത് ആണ് നിങ്ങൾ ഇത് വർത്തമാനം പറയുന്നത് കൂടി ഓർക്കണം. നമ്മുടെ നാട്ടിലെ അല്ല, ഈ ആശാ വർക്കർ എന്ന് പറയുന്നത് ഇത് ഏത് നോംസിൽ ആരുടെ പദ്ധതിയായി വരുന്നതാണ്? ഞാൻ പൂർത്തിയാക്കി. നമ്മുടെ നാട്ടിലെ പരമ്പരാഗത വ്യവസായ മേഖല നമുക്ക് നിങ്ങൾ നോക്കിയേ. നമ്മുടെ പ്രത്യേകിച്ച് തെക്കൻ ജില്ലകൾക്കകത്ത് കശുവണ്ടി വ്യവസായ മേഖല ഉണ്ടായിരുന്നു. 800ഓളം കശുവണ്ടി ഫാക്ടറികൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ കഴിഞ്ഞ 10 കൊല്ലത്തിനിടയിൽ ഈ നമ്മുടെ നാട്ടിൽ ഏകദേശം 100ഓളം കശുവണ്ടി ഫാക്ടറികൾ പൂട്ടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ കയർ മേഖല, അതുപോലെ നമ്മുടെ നെയ്ത്ത് മേഖല. എന്തുകൊണ്ട് പൂട്ടുന്ന സാഹചര്യം? നമ്മുടെ തൊഴിലാളി പ്രശ്നങ്ങൾ, നമ്മുടെ കൃത്യമായി വേതനം കൊടുക്കാൻ കഴിയുന്ന രീതിയിലേക്ക് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു രീതിയിലുള്ള കോൺട്രിബ്യൂഷൻ ഉണ്ടാവുന്നില്ല, അത്തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാവുന്നില്ല. അതോടൊപ്പം പേര് 400 രൂപ. ഇവിടെ ശ്രീ അരുൺകുമാർ സൂചിപ്പിച്ചു, ഇവിടെ കേരളത്തിനകത്ത് ഈ പറയുന്ന കൂലിത്തൊഴിൽ ചെയ്യുന്ന അന്നന്നത്തെ വേതനം ലഭിക്കുന്ന തൊഴിൽ ചെയ്യുന്ന ആളുകൾക്ക് 1200 700 ഒക്കെ കൂലി ലഭിക്കുന്നുണ്ടെന്ന്. ശരിയാണ്, ലഭിക്കുന്നുണ്ട്. ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ദിവസവേതനം ഈ പറയുന്ന സാധാരണ തൊഴിലാളികൾക്ക് ലഭിക്കുന്ന സംസ്ഥാനം തന്നെയാണ് കേരളം, തർക്കമൊന്നുമില്ല. പക്ഷേ ലഭിക്കുന്ന തൊഴിലാളികൾ ഭൂരിപക്ഷം ആരാ? മലയാളികളാ. ഈ രാജ്യത്ത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് തൊഴിൽ തേടി നമ്മൾ ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ നിന്നാ? ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ നിന്നാ? CPM ഭരിച്ച വെസ്റ്റ് ബംഗാളിൽ നിന്നാ കൂടുതൽ ആൾക്കാർ. ബീഹാറാണ് ഏറ്റവും കൂടുതൽ. ബംഗാൾ 6 7 ആണ്. വേറെ തമാശ മറച്ചു വെക്കരുത്. ബീഹാറാണ് ഒന്നാമത്. ഈ ബംഗാളിൽ നിന്ന് ആറാം സ്ഥാനത്തൊക്കെയാണ്. ബീഹാറിൽ തൊഴിലാളികളെ ഈ ബംഗാളിൽ തന്നെ ബുദ്ധദേവ് ഉണ്ടാക്കിയ പരിഷ്കാരങ്ങൾ അത് നടപ്പാക്കിയിരുന്നെങ്കിൽ അവർക്ക് ഇവിടെ വരേണ്ടി വരില്ല. അങ്ങനെയുള്ള യാഥാർത്ഥ്യമുണ്ട്. അതൊക്കെ ഇവിടെ നിൽക്കട്ടെ. ഞാൻ ചോദിക്കുന്നത് ഗുജറാത്തിലെ നാടിന്റെ വിഭവശേഷി അന്യ സംസ്ഥാനത്ത് നിന്ന് വരുന്ന തൊഴിലാളികൾക്കാണ് അത് പോകുന്നത്. നമ്മുടെ നാട്ടിൽ സമ്പത്ത് അവരാണ് തൊഴിലെടുത്ത് കൊണ്ടുപോകുന്നത്. ഒരു യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ ഇവിടെ നമ്മുടെ നാട്ടിൽ ഇവിടെ അന്യ സംസ്ഥാനത്തായിക്കോട്ടെ, ആരായാലും ഇന്ത്യൻ പൗരന്മാരാണല്ലോ, ഇവിടെ പഠിക്കാൻ പോയിട്ടുണ്ട്. 25 ലക്ഷം വരുന്ന ചെറുപ്പക്കാർ അന്യ സംസ്ഥാനങ്ങളിൽ പോകുന്നുണ്ട്. ഇവിടെ നിങ്ങൾ പറയുന്ന 1200 രൂപ വേതനം ഈ നാട്ടിൽ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള ആളുകൾ വന്ന് ലഭിക്കുമ്പോൾ ചെറുപ്പക്കാർ മറ്റ് നാടുകളിലേക്ക് ഒരു ആധുനിക ലോകത്തെ ചെറുപ്പക്കാരൻ ഇങ്ങനെ പറയാൻ പാടില്ല. BJP നേതാവ് എന്നത് പോട്ടെ, ഒരു ആധുനിക, കാരണം എങ്ങനെയാണ് ഇതര സംസ്ഥാനക്കാരെ ഇന്ത്യൻ പൗരന്മാരല്ലേ, തൊഴിലാളികളല്ലേ? അല്ല, ഇതര സംസ്ഥാനക്കാർ തൊഴിലാളികളല്ലേ? അല്ലാതെ ഇവിടെ 1200 രൂപ പണി കേരളത്തിലെ പൊതുജനങ്ങളായിട്ടുള്ള നമ്മുടെ നല്ല ചെറുപ്പക്കാർ എടുക്കണമെന്നല്ല. നമ്മുടെ നാട്ടിലെ ചെറുപ്പത്തിന് അവരുടെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള കൂലിയും വേലയും കൊടുക്കാൻ ഈ സംസ്ഥാനത്തെ സർക്കാരുകൾക്ക് കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ നാളുകളിൽ. എന്റെ സംശയം, ഈ തൊഴിലെടുക്കുന്നവനെ ബീഹാറി എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റിയത് അവർ ഇന്ത്യക്കാരല്ലേ? ആ സമീപനം BJPക്ക് ഇല്ലേ? സംസ്ഥാന തൊഴിലാളികൾ എന്നാണല്ലോ ഇതര സംസ്ഥാന അതിഥി സംസ്ഥാനം ഞങ്ങൾ പറയുന്നത്. എല്ലാവരും ഇന്ത്യ ഭാരതീയരാണ്, എല്ലാവരും ഭാരതീയരാണ്. അപ്പൊ അവിടെ ഭാരതീയൻ ഇവിടെ വന്ന് അവർ കൂലി മേടിക്കുമ്പോൾ അന്യ സംസ്ഥാനത്തേക്ക് പോകുന്നു എന്ന് പറയുന്നത് അവിടെ തന്നെ പ്രശ്നമുണ്ട്. ആ പ്രശ്നം നമ്പർ 1 അല്ല, ആ പ്രശ്നം നമ്പർ 1 അല്ലല്ല. രണ്ടാമത്തെ കാര്യം
ഗോകുൽ നിങ്ങൾ അല്ലല്ല, ഇടപെട്ടാൽ രണ്ടാമത്തെ എങ്ങനെയാണ്? കാര്യം ഞാൻ ചോദ്യം അവതാരകൻ ചോദിച്ചില്ലല്ലോ. ശ്രീ രണ്ടാമത്തെ കാര്യം ഗോകുൽ ഗോപിനാഥ്, രണ്ടാമത്തെ കാര്യം, ഈ 1200 രൂപ ചുമ്മാതെ എടുത്ത് കൊടുക്കാനാകില്ലല്ലോ. ഇതര സംസ്ഥാനത്തോ അതിർത്തി സംസ്ഥാനത്തോ ഉള്ള തൊഴിലാളികളാണ് എത്തുന്നെങ്കിൽ അവർക്ക് കൊടുക്കാൻ തക്ക ശേഷിയും ഒരു സംവിധാനവും കേരളത്തിലില്ലേ? അതല്ലേ ഇവിടുത്തെ ശ്ലാഘിക്കേണ്ട രാഷ്ട്രീയം. അല്ല, ആ സംവിധാനത്തിൽ നമ്മുടെ ചെറുപ്പത്തെ ഇവിടെ നിലനിർത്താൻ എന്തുകൊണ്ട് വേണ്ടി ഗുജറാത്തിലില്ല? കഴിയാത്തത്? എന്തുകൊണ്ട് അല്ല, ബീഹാറിലില്ല? ഇടത് വലത് എന്തുകൊണ്ട് മുന്നണികൾ മാറി മാറി മധ്യപ്രദേശിലില്ല? ഭരിക്കുന്നു. ഈ പറയുന്ന സംവിധാനങ്ങളും സൗകര്യങ്ങളും നിലനിൽക്കുന്ന സംസ്ഥാനമാണെങ്കിൽ എന്താ നമ്മുടെ ചെറുപ്പം ഈ പറയുന്ന നാട് വിട്ടു പോകുന്നത്, പലായനം ചെയ്യപ്പെട്ടു അത് പോകുന്നത്? അവരുടെ മാൻ പവർ അത്ര എഫിഷ്യന്റ് ആണ്. എന്താണ്? അവരുടെ man അല്ല, power അത്ര അതിന് മറുപടി efficient പറയും ആണ്. നിങ്ങൾ. അതുപോലെ അതിനുള്ള നിങ്ങൾ ഈ വിദ്യാഭ്യാസ പറയുന്ന ശേഷി തൊഴിലാളി അവർക്കുള്ളതുകൊണ്ടാണ് സ്നേഹം, നിങ്ങൾ ഈ അവർ പറഞ്ഞ തൊഴിലാളി സ്നേഹം ആന്തൂർ നഗരസഭയിൽ വികസിത സാജൻ രാജ്യങ്ങളിലേക്ക് പോയി പാറയിലിന്റെ അവർ ആത്മഹത്യയിൽ നമ്മൾ വിദേശ കണ്ടില്ലല്ലോ. നാണ്യം ഇങ്ങോട്ടേക്ക് CPM കൊണ്ടുവരികയാണ്. നേതാവായിട്ടുള്ള പി. കെ. വിദേശ ശ്യാമള നാണ്യം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണ്. എന്താണ് ഗോകുൽ ഈ പറയുന്നത്? പറയട്ടെ നമ്മൾ ഈ പറയുന്ന CPM-കാരും ഇടതുപക്ഷക്കാരും ഈ പറയുന്ന തൊഴിലാളി സ്നേഹമൊന്നും ഈ പറയുന്ന സാജൻ പാറയിൽ എന്ന് പറയുന്ന ഒരു വ്യവസായി 15 കോടി രൂപ ഒരു കൺവെൻഷൻ സെന്റർ പണിയാൻ വേണ്ടി ആന്തൂർ നഗരസഭയിൽ മുടക്കിയിട്ട് ആത്മഹത്യ ചെയ്തിട്ട് അവരുടെ കുടുംബം ഏത് CPM അതിന്റെ നേതാവിന്റെ പേരാണെന്ന് വസ്തുതകളൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത് തള്ളിയതാണ്. എന്ത് തള്ളിയായാലും ഈ എന്ത് പഴയ കൊണ്ടായാലും വീഞ്ഞുമായി ഇവിടെ വരല്ലേ? തൊഴിലാളികൾ ഈ പഴയ മാത്രമല്ല വീഞ്ഞുമായി തൊഴിൽദാതാക്കളും വരല്ലേ, ഗോകുൽ? മനുഷ്യരാണ്. അവരുടെ വിഷയങ്ങളും ചർച്ച ചെയ്യപ്പെടണം. ഇവിടെ തൊഴിൽദാതാക്കൾ ആത്മഹത്യ ചെയ്യപ്പെടുകയോ അവരുടെ വ്യവസായങ്ങൾ കെട്ടിപ്പൊട്ടി മറ്റ് സംസ്ഥാനങ്ങളിൽ പോയോ ചെയ്യുന്ന സാഹചര്യം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. അത് എതിർക്കപ്പെടണം എന്നുള്ളതാണ്. അതുപോലെ പറയട്ടെ ഒരു വരി കൂടി പറയാനുള്ളത്, ഇവിടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കുറിച്ച് പറഞ്ഞു. ഇതിനെല്ലാം നിങ്ങൾ അധികരിച്ചുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ഈ കലാപഭൂമിയാക്കാൻ ശ്രമിക്കുന്നതാരാ? ഇടതുപക്ഷമല്ലേ? ഈ നാട്ടിൽ SFI അല്ലേ? ഈ നാട്ടിലെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന, സംസ്ഥാനത്ത് വിദ്യാർത്ഥികൾ പഠിക്കുന്ന, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വിദഗ്ധരായിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്ന കേരള യൂണിവേഴ്സിറ്റി അടക്കമുള്ള യൂണിവേഴ്സിറ്റികളെ കലാപഭൂമിയാക്കാൻ ശ്രമിക്കുന്നത് ഇടതുപക്ഷമാണ്. എവിടെ ഈ ഇടതുപക്ഷത്തിന്റെ സിൻഡിക്കേറ്റും ഇടതുപക്ഷത്തിന്റെ പിടിയാളുകളായിട്ടുള്ള ഉദ്യോഗസ്ഥരെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സർവകലാശാലകളെ എങ്ങനെയെങ്കിലും ഈ നാട്ടിൽ ഇടതുപക്ഷവൽക്കരിക്കുക, ഇവിടെ കമ്മ്യൂണിസ്റ്റ് വൽക്കരിക്കുക എന്നുള്ള അജണ്ടയുമായി മുന്നോട്ട് പോകുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ സ്വാഭാവികമായിട്ടും മണ്ണുമായി ബന്ധമില്ലാതെ ഇവിടുത്തെ വസ്തുതകളുമായി ബന്ധമില്ല. ഇതാണ് വസ്തുത നിരത്തി ഇടതുപക്ഷവും ആരോപിക്കുന്നത്. തിരിച്ച് ആ ആരോപണം മറ്റൊരു വിധത്തിൽ നിങ്ങൾ പറയുന്നതുകൊണ്ട് കാര്യമില്ല. ഞാൻ അഡ്വക്കേറ്റ് കെ സരൺകുമാർ, ഇവിടെ ഗോകുൽ ആരോപിച്ചത് കേട്ടു. 1200 രൂപ ഇതെല്ലാം അടിച്ചുകൊണ്ട് പോകുന്നത് മറ്റ് സംസ്ഥാനത്തുള്ളവരാണ്, ഇന്ത്യക്കാർ തന്നെ ഭാഗ്യം. പക്ഷേ അവർക്ക് 1200 രൂപ കൊടുക്കാൻ ശേഷിയുണ്ടാകുന്ന ഒരു സംവിധാനം ഇവിടെ ഉള്ളത് ഗോകുൽ മറക്കുകയാണ്. എന്തായാലും അതിനടക്കം മറുപടി പറയാം BJPക്ക്. ഇവിടെ ഇപ്പോൾ അദ്ദേഹം എന്തോ പറഞ്ഞു CPM-ന്റെ നയരേഖ എന്ന്. എനിക്ക് മനസ്സിലായില്ല. ഏതോ പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കുന്ന രേഖയാണോ, അല്ലെങ്കിൽ അതിന്റെ കരട് രേഖയാണോ, പാർട്ടി സമ്മേളനം അംഗീകരിച്ച പ്രമേയമാണോ? ഈ നയരേഖ എന്നാന്ന് എനിക്ക് മനസ്സിലായില്ല. അദ്ദേഹം എന്തോ കോട്ട് ചെയ്ത് വായിക്കുന്നുണ്ടായി. എന്തോ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടിയതാവാനാണ് സാധ്യത. ഏതായാലും RSS അല്ലല്ലോ CPM-ന്റെ പ്രോഗ്രാം തീരുമാനിക്കുന്നത്. അപ്പൊ അതെന്താണെന്നൊന്ന് പറയണം. രണ്ട്, ആശാ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പണിമുടക്കിന്റെ ഭാഗമായി ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം ആശാ വർക്കേഴ്സ് ഉൾപ്പെടെയുള്ള സ്കീം വർക്കേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അവരെ തൊഴിലാളിയായിട്ട് അംഗീകരിക്കേണ്ട കേന്ദ്ര ഗവൺമെന്റ് ആണ്, കേന്ദ്ര സ്കീമാണ്. അത് സംസ്ഥാനത്തിന്റെ സ്കീമല്ല. ഹോണറേറിയവും ഇൻസെന്റീവും എന്ന രൂപത്തിൽ അവർക്ക് കൊടുക്കുമ്പോൾ അവർ രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലിയെടുക്കുന്നവരാണ്, സ്ഥിരം തൊഴിലാളിയെ കൂട്ട് തന്നെ ജോലിയെടുക്കുന്നവരാണ്. അതുകൊണ്ട് സ്ഥിരം തൊഴിലാളിക്ക് കിട്ടുന്ന എല്ലാ പരിഗണനയും അവർക്ക് കിട്ടണം. അവരെ സ്കീം തൊഴിലാളി എന്നുള്ളത് മാറ്റി യഥാർത്ഥ തൊഴിലാളിയായിട്ട് അംഗീകരിക്കണം. 26,000 രൂപ മിനിമം സാലറി അവർക്ക് വേണം എന്ന് ആവശ്യപ്പെടുന്നത് ഈ രാജ്യത്തെ 21 ലക്ഷം വരുന്ന മൊത്തം ആശാ വർക്കേഴ്സിന് വേണ്ടിയിട്ടാണ്. ഈ ഇൻസെന്റീവ് ഓണറേറിയോ ആയാലും കൈപ്പറ്റുന്നത് ഏത് സംസ്ഥാനത്താണ് ഏറ്റവും കൂടുതൽ രാജ്യത്ത്? അത് കേരളമാണ്. ഓരോ സംസ്ഥാനത്തിന്റെയും പട്ടിക വെച്ച് നമ്മൾ എത്ര നാളായിട്ട് ചർച്ച ചെയ്യുന്നു. ഇവിടെ തിരുവനന്തപുരത്ത് സമരം ചെയ്യുന്നവരെയും അഡ്രസ്സ് ചെയ്തപ്പോൾ കൃത്യമായി ചർച്ചയുടെ ഭാഗമായിട്ട് ചൂണ്ടിക്കാണിച്ചില്ലേ? തൊട്ടടുത്ത് കർണാടകത്തിൽ പോലും കോൺഗ്രസ് ഭരിക്കുന്നിടത്ത് വലിയ സമരം നടക്കുമ്പോഴും 1000 രൂപ വർധനവ് വരുമ്പോഴും കേരളത്തിന്റെ ഇപ്പൊ കൊടുക്കുന്ന ആ രീതിയിലേക്ക് ആയിട്ടില്ല. ഈ ഗവൺമെന്റ് വന്നതിന് ശേഷമാണ് ഇത്രയധികം 7000 രൂപ ഇതിന്റെ ഹോണററിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായിട്ടുള്ള വർധനവ് ഉണ്ടായിട്ടുള്ളത്. ഇതൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോ എതിർക്കാൻ വേണ്ടി എന്തെങ്കിലും പറയുന്നു. പിന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖല തകർത്തില്ലേ? ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ കഴിഞ്ഞ ആഴ്ച വന്ന വാർത്ത നിങ്ങൾ കേട്ടില്ലേ?
ഈ ലോകത്തുള്ള 180ഓളം രാജ്യങ്ങളിൽ 81 രാജ്യങ്ങളിലെ കുട്ടികളാണ് ഈ തവണ കേരള യൂണിവേഴ്സിറ്റിയിൽ വന്ന് അഡ്മിഷൻ എടുത്തിരിക്കുന്നത്. 2620 കുട്ടികൾ 81, അതിൽ അമേരിക്കക്കാരുണ്ട്, ഫ്രാൻസുകാരുണ്ട്, ബ്രിട്ടൻകാരുണ്ട്, ചൈനക്കാരുണ്ട്, ജപ്പാൻകാരുണ്ട്. അത്തരം കുട്ടികൾ വന്ന് കേരള യൂണിവേഴ്സിറ്റിയിൽ വന്ന് അഡ്മിഷൻ എടുത്തിരിക്കുന്നു. 55 ലോകരാജ്യങ്ങളിലെ കുട്ടികൾ വന്ന് MG യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്തിരിക്കുന്നു. 64 ലോകരാജ്യങ്ങളിലെ കുട്ടികൾ വന്ന് 1879 കുട്ടികൾ കൊച്ചി യൂണിവേഴ്സിറ്റിയിൽ കുസാറ്റിൽ വന്ന് അഡ്മിഷൻ എടുത്തിരിക്കുന്നു. ഉന്നത വിദ്യാഭ്യാസ രംഗത്തിന്റെ ഹബ്ബായി കേരളത്തിലെ സർവകലാശാലകൾ മാറുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ അത്? ഈ രാജ്യത്ത് ആദ്യത്തെ 13 സർവകലാശാലകളുടെ ലിസ്റ്റ് വന്നപ്പോൾ അതിൽ 3 നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്നാണ്. ഈ രാജ്യത്തെ ഏറ്റവും മികച്ച 100 കോളേജുകളുടെ ലിസ്റ്റ് വന്നപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് പുറത്തിറക്കിയപ്പോൾ അതിൽ 20 മികച്ച കോളേജുകൾ കേരളത്തിലെയാണ്. ഏറ്റവും മികച്ച സർക്കാർ കോളേജുകളുടെ ലിസ്റ്റ് വരുമ്പോൾ രാജ്യത്ത് 2ാം സ്ഥാനം എറണാകുളം മഹാരാജാസ് കോളേജിനാണ്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് അടുത്ത കാലത്തുണ്ടായിട്ടുള്ള സമാനതകളില്ലാത്ത മുന്നേറ്റമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ആ മുന്നേറ്റത്തെ തകർക്കാൻ വേണ്ടി ഗവർണർ നിശ്ചയിക്കുന്ന പാവ VC-കളും കൂടി നടത്തുന്ന ശ്രമം, സർവകലാ സ്റ്റാറ്റ്യൂട്ടിനെ അട്ടിമറിക്കുന്ന ശ്രമം, ആ ശ്രമത്തിനെതിരെ സ്വാഭാവികമായും അതിന്റെ ദുരന്ത ഫലം അനുഭവിക്കുന്ന കേരളത്തിലെ വിദ്യാർത്ഥികൾ നടത്തുന്ന സമരമാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കാൻ എന്ന് നിങ്ങൾ പറയുന്നത്. 10,000-കണക്കിന് ഫയലാണ് തിരുവനന്തപുരത്തെ കേരള സർവകലാശാലയുടെ VC-യുടെ മുന്നിൽ പെൻഡിങ് നിൽക്കുന്നത്. അത് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ്, ഡിഗ്രി സർട്ടിഫിക്കറ്റ്, PhD-യുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവരുടെ തീസിസ് സബ്മിഷൻ, ഇതെല്ലാം പെൻഡിങ് ആണ്. ആ കുട്ടികളെല്ലാം വലിയ തരത്തിലുള്ള അനാഥത്വത്തിലേക്ക് പോകുമ്പോൾ ആ വിദ്യാർത്ഥികൾക്ക് വേണ്ടി SFIയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പോരാട്ടത്തെ നമ്മൾ കാണുകയാണ്. അപ്പൊ നിങ്ങൾ എതിർക്കാൻ വേണ്ടി എന്തും പറയുന്ന രീതിയിലേക്ക് പോകരുത്. ഏറ്റവും ന്യായമായിട്ടുള്ള സമരം, തൊഴിൽ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള സമരം, അവർ വർഷങ്ങളുടെ ത്യാഗോജ്വലമായ പോരാട്ടങ്ങളിലൂടെ നേടിയെടുത്ത അവരുടെ അവകാശങ്ങൾ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള സമരം, ആധുനിക കാലത്ത് അന്തസ്സായി ജീവിക്കുവാനുള്ള ജീവിത സാഹചര്യം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള സമരം. ഭരണഘടന പറയുന്നുണ്ട് റൈറ്റ് ടു വർക്കും ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. തൊഴിലിടങ്ങളിൽ അന്തസ്സോടെ തൊഴിലെടുക്കുക എന്നുള്ളത് ഒരു തൊഴിലാളിയുടെ മൗലിക അവകാശമാണ്. ആ മൗലിക അവകാശം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് നടക്കുന്നത്. ആ പോരാട്ടത്തെ തള്ളിക്കളയാൻ വേണ്ടി, തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ തൊഴിലാളികളെ ഉറ്റുകൊടുത്തു മാറി നിന്നതിന് ശേഷം അപവാദം പ്രചരിപ്പിച്ചാൽ അതിശക്തമായിട്ട് അതിനെ നേരിടും. അതിനുവേണ്ടി തൊഴിലാളികളുടെ ഐക്യനിര ഈ രാജ്യത്ത് കെട്ടിപ്പൊടുക്കും. ആ ഐക്യനിരയുടെ ഭാഗമായി നടത്തിയ പോരാട്ടമാണ് 2020 കൊണ്ടുവന്ന ലേബർ കോഡ്. ആ കോവിഡിന്റെ കാലത്ത് ഒരു ചർച്ചയും ഇല്ലാതെ കൊണ്ടുവന്ന ലേബർ കോഡ് പോലും നിങ്ങൾക്ക് നടപ്പാക്കേണ്ടതില്ല, ധൃതി പിടിച്ച എന്ന തീരുമാനം എടുക്കേണ്ടി വന്നത് മുൻകാലങ്ങളിൽ നടന്ന പണിമുടക്കടക്കമുള്ള ഉജ്ജ്വലമായ പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ്. അതുകൊണ്ട് ഈ നേട്ടങ്ങൾ സംരക്ഷിക്കാൻ, അതുപോലെ തന്നെ ഇത്തരത്തിൽ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ ശക്തമായിട്ടുള്ള പ്രതിരോധ നിര കെട്ടിപ്പടുക്കാൻ രാജ്യത്തിന്റെ തൊഴിലാളി വർഗം ഒറ്റക്കെട്ടായിട്ട് തന്നെ മുന്നോട്ട് പോകും, എത്ര നുണപ്രചരണം നിങ്ങൾ നടത്തിയാലും. ശ്രീ സേനാപതി വേണു, രാജ്യത്ത് ഏറ്റവും കൂടുതൽ വേതനം വാങ്ങുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ആ കേരളത്തിൽ ഇതര സംസ്ഥാനക്കാരോ ആരോ തൊഴിൽ എടുക്കുന്നവർ ആർക്കും നൽകുന്നു എന്നതാണ് ഇവിടുത്തെ സമഭാവന. അവനെ ബംഗാളിയായോ അല്ലെങ്കിൽ ബീഹാറുകാരനായോ മാറ്റി നിർത്തുന്ന ഒരു രീതി നമുക്കില്ല. അത് നമ്മുടെ സംസ്കാരത്തിന്, നവോത്ഥാന കേരളത്തിന് ചേർന്നതല്ല. അതൊരു പക്ഷേ ഗൂഗിളിന് ഇപ്പോൾ മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ BJPക്ക് ഇപ്പോൾ മനസ്സിലാകുന്നില്ല. പക്ഷേ രാജ്യസ്നേഹമൊക്കെ പറയുമ്പോൾ പൊതുവിൽ പറയും. എന്തായാലും ഇത്തരത്തിലുള്ള രീതികളൊക്കെയാണ് ഇവർ മുമ്പോട്ട് വെക്കുന്നത്. പക്ഷേ അതിനെതിരായി പ്രതിരോധം നോക്കൂ. ശ്രീ സേനാപതി വേണു, പഞ്ചാബിൽ ഒരു പാലത്തിൽ 15 മിനിറ്റോളം പ്രധാനമന്ത്രിക്ക് കിടക്കേണ്ടി വന്നു കർഷക പ്രതിഷേധത്തിൽ. നാം ഓർമ്മയുണ്ട് നമുക്ക്. തമിഴ്നാട്ടിൽ കരിങ്കൊടി കാണേണ്ടി വന്നു. ഇങ്ങനെയൊക്കെയുള്ള രീതികളിൽ സമരങ്ങൾ യോജിച്ച് നടപ്പാക്കുന്ന ഒരു വേളയിലാണ് സർവകലാശാലയുടെ വിഷയം വരുമ്പോൾ അവിടെ SFIക്കോ ഇടതുപക്ഷത്തിനോ നേട്ടമുണ്ടാകും എന്ന് കരുതി അതിൽ നിന്നൊക്കെ വെള്ളം വിഴുങ്ങുകയാണ്. ആശാ വർക്കർമാരുടെ വിഷയത്തിൽ അത് കേന്ദ്ര സർക്കാരിൻ്റെ സ്കീമാണ്. അവരാണ് അവിടെ അവർക്ക് ആ വേതനം കൊടുക്കേണ്ടത്, അവരുടെ തസ്തിക മാറ്റേണ്ടത് എന്നത് ആവശ്യപ്പെട്ട് ഉള്ള കാര്യങ്ങൾക്ക് പിന്തുണയുമായി INTUC എത്തുമ്പോൾ INTUCയെ വിരട്ടുകയാണ് കോൺഗ്രസ്. ഈ രീതികൾ, സങ്കുചിതമായ രാഷ്ട്രീയം ഇന്ത്യയുടെ സമകാലിക രാഷ്ട്രീയ യാഥാർത്ഥ്യത്തിന് ഒട്ടും ചേർന്നതല്ല. സമകാലിക രാഷ്ട്രീയ യാഥാർത്ഥ്യത്തിന് സങ്കുചിത നിലപാടുകൾ, ഇതാണ് നേരത്തെ അരുൺകുമാർ സൂചിപ്പിച്ചതിൻ്റെ മൊഴിമാറ്റം. അജിംഷാ, ഈ ഗോകുല് സംസാരിച്ചതിന് ശേഷം യഥാർത്ഥത്തിൽ എനിക്കായിരുന്നു അവസരം തരേണ്ടത്. അതെന്തുകൊണ്ടാണ് അരുണിന് കൊടുത്തതെന്ന് എനിക്കറിയത്തില്ല. ഏതായാലും അങ്ങ് ചോദിച്ച കാര്യവും അതിനു മുമ്പ് അരുൺ പറഞ്ഞ കാര്യത്തിനും ചെറിയ മറുപടി. ഞാനിപ്പോൾ അരുണുമായിട്ടൊരു തർക്കത്തിനോ, കാരണം യോജിച്ച ഒരു രാഷ്ട്രീയ സമരം രാജ്യത്ത് നടക്കുമ്പോൾ ഇനിയിപ്പോൾ ആ അവസരത്തിൽ കോൺഗ്രസിനെ ഒന്ന് ആക്ഷേപിക്കാനും ചെറുതാക്കാനുമായിട്ടുള്ള വേദിയായിട്ടാണ് ഇതിനെ ഉപയോഗിക്കുന്നതെങ്കിൽ ഉപയോഗിച്ചുള്ളൂ. പക്ഷേ എന്തുകൊണ്ട് കേരളത്തിൽ
INTUC-യിലെ തൊഴിലാളികൾ അല്ലെങ്കിൽ കേരളത്തിലെ തൊഴിലാളികൾ വിഭിന്നമായ ഒരു ശബ്ദം ജീവനക്കാർ പുറപ്പെടുവിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ കാരണം ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചതാണ്. അവർക്ക് കഴിഞ്ഞ 9 കൊല്ലമായിട്ട് അവർക്ക് കിട്ടേണ്ട DA അത് സമയത്ത് കിട്ടുന്നില്ല. ശമ്പള പരിഷ്കരണത്തിന് കമ്മീഷനെ വെക്കേണ്ടത് അത് ഉണ്ടാകുന്നില്ല. ഇതൊക്കെ അവർ പറയുന്ന കാര്യങ്ങളാണ്. ഇവിടെ അത് സൂചിപ്പിച്ചതുപോലെ 1200 രൂപ ശമ്പളം കേരളത്തിൽ കിട്ടുന്നത് സർക്കാരല്ല അജിം ഷാ കൊടുക്കുന്നത്. എൻ്റെ വീട്ടിൽ പണിയാൻ വരുന്ന, അതല്ലെങ്കിൽ അരുൺകുമാറിന്റെ വീട്ടിൽ പണിയാൻ വരുന്ന, അജിം ഷായുടെ വീട്ടിൽ പണിയാൻ വരുന്ന ആളുകൾ, അവർക്ക് അത് കൊടുത്താലേ നമുക്ക് തൊഴിലാളിയെ കിട്ടാനുള്ളൂ. അതുകൊണ്ട് നമ്മളത് നിർബന്ധപൂർവ്വം കൊടുക്കുക. ആ കൊടുക്കുമ്പോൾ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോഴും പ്രതിമാസം 9,000 രൂപ, അതായത് ദിവസം 300 രൂപയ്ക്ക് കേരളത്തിലെ ടെക്സ്റ്റൈൽസുകളിൽ ജോലി ചെയ്യുന്ന, ഷോപ്പുകളിൽ ജോലി ചെയ്യുന്ന, അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന 1000 അല്ല ലക്ഷക്കണക്കിന് സാധാരണക്കാർ, സഹോദരിമാർ ഇല്ലെങ്കിൽ സഹോദരന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. നമ്മൾ കണ്ടില്ല എന്ന് നടിക്കരുത്. ഒരുപാട് ആളുകൾ വളരെ തുച്ഛമായ പരിമിതമായ ജോലിക്ക് നമ്മൾ ഈ 1200-ന്റെയും ഇന്ത്യയിലെ ഏറ്റവും വലിയ ശമ്പളത്തെക്കുറിച്ചൊക്കെ നമ്മൾ മേനി ധരിക്കുമ്പോൾ അതെല്ലാം നമ്മുടെ നാട്ടിലുള്ളതാണ്. നമ്മളിവിടെ തൊഴിലാളി വർഗത്തിന്റെ അവകാശത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് ഭരിക്കുമ്പോൾ 7,000 രൂപ പ്രതിമാസ ശമ്പളത്തിൽ ജോലി ചെയ്യുന്നവർ ഞങ്ങൾ 1000 രൂപ ശമ്പളം കൂടുതൽ ചോദിക്കുമ്പോൾ നിങ്ങളുടെ കാര്യമേ ഞങ്ങൾ പരിഗണിക്കുന്നില്ല എന്ന് പറയുന്നത് അത് തൊഴിലാളി വിരുദ്ധ നിലപാടാണ്. അതിൽ INTUC പ്രതിഷേധിക്കുന്നേ. കേരളത്തിൽ ഇതുപോലെ പിൻവാതിൽ നിയമനങ്ങൾ നടക്കുന്ന കാലഘട്ടം ആ സ്കീമിന്റെ ഉടമകളായ കേന്ദ്രത്തിന് ഒരു വിയോജിപ്പും ഇല്ല. അല്ല, സ്കീമൊക്കെ അവിടെ നിൽക്കട്ടെ. ഏറ്റവും കൂടുതൽ ഈ വർക്കർമാർക്ക്, ഈ ആക്ടിവിസ്റ്റുകൾക്ക് ഞാൻ പറഞ്ഞത് സ്കീം കേന്ദ്രം നടപ്പിലാക്കിയോ എന്നുള്ളതല്ല, സംസ്ഥാനത്ത് ജോലി ചെയ്യുന്ന ആ സാധുക്കൾ, സംസ്ഥാന ഗവൺമെന്റ്. സേനാപതി, എന്റെ സംശയമാണ് അരുൺ വാദിച്ചു, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇവർ ഇൻസെന്റീവ് ആയാലും വാങ്ങുന്നത് കേരളത്തിലാണ്. അപ്പോ അതെങ്ങനെ കേരളത്തിൽ മാത്രമായി? ഞാൻ ചോദിക്കുന്നത് ഇന്ത്യയിൽ ഇപ്പോഴും രാജസ്ഥാനിൽ ബിമാരു എന്ന് പറയുന്ന ബീഹാർ, മധ്യപ്രദേശ്, UP, രാജസ്ഥാൻ അടങ്ങുന്ന സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും അവിടെയൊക്കെ സാക്ഷരത 35%, 40% ഒക്കെ ഉള്ളതേ. ഇപ്പോഴും ഗ്രാമങ്ങളിൽ എഴുതാൻ അറിയാത്തവരും വായിക്കാൻ അറിയാത്തവരും ഉണ്ട് എന്നതുകൊണ്ട് അവരുമായിട്ട് തുലനം ചെയ്യുകയാണ്. ഈ കേരളത്തിൽ നമ്മൾ ഇത്രയും എന്താ പറഞ്ഞ ഒരു സാമൂഹികമായും സാംസ്കാരികമായും സാമ്പത്തികമായും ഇത്രയും ഉന്നമനത്തിൽ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ആന്ധ്രയിൽ അതാണ്, അല്ലെ കർണാടകത്തിൽ ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ന്യായം പറയാവുന്ന ഒരു ഘട്ടത്തിലാണ്. നമ്മൾ തൊഴിലാളി വർഗത്തിന്റെ അവകാശത്തെക്കുറിച്ച് സമരം ചെയ്യുകയും അതിനുവേണ്ടി പോരാടുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ കേരളത്തിൽ പണിയെടുക്കുന്ന 7,000 രൂപ ശമ്പളക്കാരനെ നിങ്ങൾ പരിഗണിക്കുന്നില്ല എന്ന് ഞങ്ങൾ പറയുമ്പോൾ അത് അംഗീകരിക്കുക എന്നുള്ളത്. പക്ഷേ താങ്കൾ പറഞ്ഞത് ശരിയാണ്. ഈ എല്ലാ മേഖലകളിലേക്കും പടർന്നു കയറേണ്ട തൊഴിലാളി വർഗത്തിന്റെ ഒരു സ്വഭാവമുണ്ട്. നവോത്ഥാന കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ ശരിയാണ്. പക്ഷേ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ കൂലി വ്യക്തികൾ കൊടുക്കുന്നു എന്നതുകൊണ്ടല്ല, അതൊരു സംവിധാനത്തിന്റെ ഭാഗമാണ്. അങ്ങനെ കൊടുക്കാൻ വ്യക്തികൾക്ക് അങ്ങനെ ശേഷി വരുന്നത് സമരങ്ങളിലൂടെ ഈ പൈസ വിപണിയിലേക്കും സാധാരണക്കാരിലേക്കും ഒക്കെ എത്തി നമ്മുടെ ജീവിത നിലവാരം പരിഷ്കരിക്കപ്പെട്ടതിന്റെ ഭാഗമായിട്ടാണ്. അതിന് ഇവിടുത്തെ രാഷ്ട്രീയത്തിന് സമരങ്ങൾക്ക് ഒരുപാട് പ്രസക്തി ഉണ്ട്. അങ്ങനെ കതിരിന്മേലല്ല ആ വിഷയത്തിൽ കാണേണ്ടത്. അജിം ഷാ കേൾക്കൂ, ഞാൻ ഈയിടെ ഒരു സാമ്പത്തിക സർവേയിൽ വായിച്ച ഒരു കാര്യം, ഒരു അക്കാദമിക് ഇൻട്രസ്റ്റിന് വേണ്ടി. മുമ്പ് കേരളത്തിൽ പ്രതിവർഷം 25,000 കോടി രൂപ ഗൾഫ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിന്ന് പുറത്ത് പോയി ജോലി ചെയ്യുന്ന മലയാളികളുടെ അക്കൗണ്ടുകളിലേക്ക് പ്രതിവർഷം വന്നുകൊണ്ടിരിക്കും. അത് 30,000 കോടി എത്രയുമാകാം. ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ 17,000 കോടി 18,000 കോടി പ്രതിവർഷം എന്താ പറഞ്ഞേ അന്യ സംസ്ഥാനങ്ങളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുക. കേരളത്തിൽ ഉണ്ടാകുന്ന ഒരു ഫൈനാൻഷ്യൽ എന്താ പറഞ്ഞ ഒരു ഷോർട്ടേജ് അത് നമുക്ക് കുറച്ച് നാളുകളോട് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവുള്ളൂ. കാരണം ഇവിടെ വിനിയോഗിക്കപ്പെടാതെ ഈ പണം പുറത്തേക്ക് പോകുന്നു. കേരളത്തിൽ 25,000 കോടി പുറത്തുനിന്ന് വരുമ്പോൾ നമ്മുടെ 17,000 കോടി മുതൽ 20,000 കോടി വരെ ഈ ഇതര സംസ്ഥാനക്കാര് അങ്ങോട്ട് കൊണ്ടുപോകും. BJPയുടെ അതേ വാദമാണ്. അത് ശരിയല്ല. അത് ശരിയല്ല. കാരണം അതിനകത്ത് ഈ മസിൽ പവർ വേണ്ട ജോലികൾ ചെയ്യാൻ പറ്റാത്ത വിധം അല്ലെങ്കിൽ ആകാത്ത വിധമുള്ള ഒരു സമ്പന്നത എല്ലാ കാര്യങ്ങളിലും മലയാളിക്കുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് അവൻ വൈറ്റ് കോളറിലേക്ക് സമയപരിമിതിയുള്ള മലയാളിയുടെ ചില ട്രേഡ് യൂണിയൻ സംസ്കാരങ്ങൾ മാറേണ്ട ഒരു ഘട്ടവും കൂടി വന്നിരിക്കുന്നു. കാരണം ഇന്ന് നമ്മൾ കണ്ടതാണ്, ചെറുതും വലുതുമായ ചില കടകളൊക്കെ തുറന്നു വെച്ചവരെയൊക്കെ പോയി അങ്ങനെ ഭീഷണിപ്പെടുത്തിയും മസിൽ പവറിന്റെയും ബലത്തിൽ അല്ലല്ലോ തൊഴിലാളി വർഗത്തിന്റെ സമരം വിജയിപ്പിക്കേണ്ടത്. ഞാനതിൽ വിയോജിപ്പ്
എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ഗോകുൽ കൈ ഉയർത്തിയോണ്ട് മാത്രം, ചുരുക്കി സമയമേ ഉള്ളൂ, പെട്ടെന്ന്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല ആഡ് ചെയ്യാനുള്ളത്. ഈ പറയുന്ന നമ്മൾ വലിയ തൊഴിലാളി സ്നേഹം പറയുമ്പോൾ ഈ സമരം എന്ന് പറയുന്നത് തൊഴിലാളി സംഘടനകളുടെ താൻകൊയ്മയും പ്രമാണിത്വവും തൊഴിലാളികൾക്കിടയിൽ നിന്ന് പോകുമോ എന്ന ആശങ്കയിൽ നിന്നുണ്ടായ സമരം മാത്രമാണ്. ആ സമരം ഒരു ട്രോള് കണ്ടതുപോലെ കേരളത്തിൽ മാത്രം ഒഴുകുന്ന ഭാരതപ്പുഴ പോലെ കേരളത്തിൽ മാത്രം നടന്ന ഭാരതബന്ധായി ഇത് അവസാനിച്ചത് ഈ പറയുന്ന ജനങ്ങളും തൊഴിലാളികളും രാജ്യത്തുടനീളം ഇതിനെ തിരസ്കരിച്ചതുകൊണ്ടാണ്. സേനാപതി വേണു കൂടി കാണണം ഇങ്ങനെ ഗോൾ സ്കോർ ചെയ്തത് കേരളത്തിൽ തിരസ്കരിച്ചതുകൊണ്ടാണ്. അതുകൊണ്ട് ഇത്തരം സമരങ്ങൾ തൊഴിലാളി സമരങ്ങളെ നമുക്ക് അംഗീകരിക്കാൻ കഴിയും. തൊഴിലാളി സമരങ്ങളുടെ ആശയ സമരങ്ങളെ എത്തിയപ്പോൾ UDF-ഉം BJP-യും ഒന്നാകുന്ന ഒരു കാഴ്ച ഫലത്തിലെങ്കിലും ഒന്നാകുന്ന സേനാപതി വേണുവരെ അല്ല, അല്ലെങ്കിൽ ശ്രീ കെ സരൺകുമാർ മറുപടി പറയാം പെട്ടെന്ന് ചുരുക്കി. ഒറ്റ കാര്യം, ഈ കേരളത്തിലെ ആകെ ജനസംഖ്യ 3.5 കോടിയാ. ഈ സമരത്തിൽ പങ്കെടുത്തവർ 25 കോടിയിലധികമാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട BJP-യുടെ പ്രതിനിധി വിചാരിക്കേണ്ടത് ഇന്ന് ഈ രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും നടന്ന സമരത്തെ കുറിച്ച് താങ്കൾ ഒന്ന് പരിശോധിക്കണം. പത്രവാർത്തയൊക്കെ വരുമല്ലോ, സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ അപമാനിക്കാൻ നിന്നിട്ട് കാര്യമില്ല, യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കണം. പിന്നെ കോൺഗ്രസിന്റെ പ്രതിനിധിയോട് എല്ലാ ബഹുമാനപൂർവ്വം പറയട്ടെ, നമ്മൾ ഈ രാജ്യത്തെ തൊഴിലാളി വർഗത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ, കർഷകരുടെയും യുവജനങ്ങളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കാൻ യോജിച്ച് നിൽക്കേണ്ട ഏറ്റവും അടിയന്തര സാഹചര്യമാണ്. ആ യോജിച്ച് നിൽക്കേണ്ട സാഹചര്യത്തിൽ ഇപ്പൊ നമ്മളോടൊപ്പം 29ഓളം കക്ഷികൾ ഒറ്റക്കെട്ടായിട്ട് നിന്നോട്ടാണല്ലോ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ മത്സരിച്ചത്. അപ്പൊ അതിൽ ഡൽഹിയിലടക്കം കക്ഷികൾ പിരിഞ്ഞു പോകുന്ന സാഹചര്യം ഉണ്ടായി. ഞാൻ സൂചിപ്പിച്ചത് ആ സംഘപരിവാറിന്റെ ഇത്തരത്തിലുള്ള തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ, ഹിന്ദുത്വ അജണ്ടക്കെതിരെ, മതരാഷ്ട്ര നിർമ്മിതിക്കെതിരെ യോജിച്ച് നിൽക്കേണ്ട പോരാട്ടമാണ്. അപ്പോൾ ഈ വസ്തുതാവിരുദ്ധമായിട്ടുള്ള ആരോപണങ്ങളെല്ലാം ഉന്നയിച്ച് ആ പോരാട്ടത്തിന്റെ മുന ഒടിച്ചു കളയരുത്. തെരഞ്ഞെടുപ്പുകൾ വരും പോകും, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരും, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരും. പക്ഷേ ഈ രാജ്യത്തിന്റെ തൊഴിലാളി വർഗത്തിന്റെ അവകാശ പോരാട്ടത്തിൽ ഒരുമിച്ച് നിൽക്കാനുള്ള മനസ്സ് കാണിക്കണം. INTUC നയം തിരുത്തണം. യോജിച്ച വരാൻ പോകുന്ന നാളുകളിൽ നടക്കുന്ന ഉജ്ജ്വലമായ പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് അണിനിരക്കണം. ഒരു ഘട്ടത്തിൽ പോലും നയം കൊണ്ട് നിങ്ങൾ BJP-യോട് യോജിക്കരുതെന്നതാണ് ഈ അവസ്ഥയിൽ പറയാനുള്ളത്. തീർച്ചയായും ഈ അഖിലേന്ത്യാ പണിമുടക്കിന്റെ പശ്ചാത്തലത്തിൽ ചർച്ചയിൽ പങ്കെടുത്തവർക്കൊക്കെ നന്ദി. ന്യൂസ് ആൻഡ് ന്യൂസിലൂടെ പൂർണ്ണമാകുന്നു.